വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം ആയിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സകല മഹത്വവും പുകഴ്ചയും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. വീണ്ടും തിരുസന്നിധിയിൽ നമ്മെ കൂട്ടിവരുത്തിയ വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ഗൗരവതരമായ വിഷയങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, അതിന് മുൻപുള്ള ആഴ്ചകളിലെല്ലാം നാം വളരെ സീരിയസായ വിഷയങ്ങൾ, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ധ്യാനത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഇന്നും നമ്മൾ മുൻപോട്ട് പോകും. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച വിഷയം പിന്നത്തേതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ മെസ്സേജുകൾ കേട്ട ചിലരൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുകയും അതല്ലാതെയും ചിലർ നേരിട്ട് ചില അഭിപ്രായങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വളരെ പ്രായം ചെന്നൊരു വാത്സല്യ മാതാവ് എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. തൻ്റെ കുടുംബ പശ്ചാത്തലവും ഇപ്പോഴത്തെ അന്തരീക്ഷവും ആത്മീയ അവസ്ഥയൊക്കെ പറഞ്ഞെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഗഹനമായ കാര്യങ്ങളുമൊക്കെ തനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു, ആശ്ചര്യമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനിടയായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ വാത്സല്യ മാതാവ് എന്നോട് പറയുമായിരുന്നു, തനിക്ക് സത്യവചനം കേൾക്കാനുള്ള വലിയ ആഗ്രഹവും താല്പര്യമൊക്കെ. അതിനോട് ചേർന്ന് ഞാൻ പറയുമായിരുന്നു, നമ്മുടെ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്ന പല സഹോദരന്മാരും, അതുപോലെ പിന്നത്തേതിൽ യൂട്യൂബിലൊക്കെ മെസ്സേജ് കേൾക്കുന്ന പല സഹോദരന്മാരുടെയൊക്കെ സഹധർമ്മിണിമാർ, അവരൊക്കെ 50-ൽ താഴെ വയസ്സ് പ്രായമുള്ളവരാണ്. ഒത്തിരി പ്രായമുള്ളവരൊന്നും അല്ല പലരും, 30-കാരും 35-കാരും 40-കാരും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഈ കാര്യങ്ങൾ ഗഹനമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത് ചിലർ തെറ്റിദ്ധരിച്ചു. അവർ അതിന് കമൻസിലൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു സ്നേഹാദരവുകളോടെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇത് ഗൗരവമുള്ള കാര്യങ്ങളാണ്, ആ കാരണത്താലാണ് യൗവനക്കാരായവർക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയാത്തതും, പ്രായമുള്ളവർക്ക് അതിന് കഴിയുന്നു എന്ന നിലയിലാണ് നേരിട്ടും അല്ലാതെയൊക്കെ ഈ കമൻസ് പറഞ്ഞവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവരെന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുള്ള ചില സഹോദരങ്ങൾ, അതുപോലെ പിന്നത്തേതിൽ യൂട്യൂബിൽ മെസ്സേജ് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, അത്തരക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ താല്പര്യമില്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേൾക്കാൻ എന്നുള്ള കാര്യമേ പറഞ്ഞത്. അല്ലാതെ 50 വയസ്സിൽ താഴെയുള്ള സഹോദരിമാരാരും നമ്മളുടെ ഈ പ്രസംഗം കേൾക്കാൻ വരില്ലെന്നല്ല പറഞ്ഞത്. അതാണ് കേൾവിയിലെ പാളിച്ച എന്ന് പറയുന്നത്. ഇവിടെ 30 വയസ്സുകാരും 35-കാരും 40-കാരൊക്കെ ഇപ്പം തന്നെ സഹോദരിമാരിവിടെ ഇരിപ്പുണ്ട്. 25 വയസ്സോ അതിൽ താഴെയുള്ളവരൊക്കെ അങ്ങനെ വരാറില്ല, അതൊരു സത്യമാണ്. പിന്നത്തെ ഇത് കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. വളരെ മൈനോറിറ്റി ആരെങ്കിലും കേട്ടെങ്കിലായി, കേട്ടില്ലെങ്കിലായി, അത്ര തന്നെ. എന്നാൽ 50 വയസ്സിൽ താഴെയുള്ള ധാരാളം സഹോദരിമാർ നമ്മളുടെ ഈ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്, വചനം കേൾക്കാറുണ്ട്. ഞാനുമായി അവരിൽ പലരും സംസാരിക്കാറുണ്ട്. പലരെയും എനിക്കറിയാം. അവരുടെ ഉത്സാഹവും താല്പര്യവും കർത്താവുമായിട്ടുള്ള അവരുടെ ബന്ധമൊക്കെ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ ചിന്തിച്ചതെന്ന് ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞ് ആ ഭാഗം അങ്ങനെ തന്നെ അങ്ങ് വിടുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു പോയ കൂട്ടത്തിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി. ഒന്ന് ദാവീദും ഒന്ന് ഏലിയാവും. ദാവീദിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞത്, പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ദാവീദിനെ പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുവാനും ഒന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, തന്നെത്താൻ ബലപ്പെടുത്തിയെന്ന്. അതുപോലെ തന്നെ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ താനായിരുന്ന ആ ദേശത്ത് ഗിലെയാദിലെ തിഷ്ബി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തന്നു. ആ വിവരണം അധികമായി നമ്മുടെ യൂട്യൂബ് മെസ്സേജിലില്ല, അത് കുറേയൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു, കാരണം അതിൻ്റെ ദൈർഘ്യം കാരണം. അപ്പോൾ അത് നിങ്ങളൊക്കെ കേട്ടവരാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ കേട്ടവരാണ്. ആ ദേശം യോർദാൻ്റെ അങ്ങേക്കരയിലാണ്, 2.5 ഗോത്രക്കാരുടെ ഇടയിലാണ്. അവിടുത്തെ പശ്ചാത്തലം എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ദൈവത്തിൻ്റെ ആലോചനയെ അറിയിച്ചതെന്നൊക്കെയുള്ള കാര്യം വിശദീകരിച്ചു.
ഏലിയാവിനെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും ഒന്നും ആരും ഇല്ലായിരുന്നു. എങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഏലിയാവ് നിന്നു. വലിയൊരു സമൂഹം, തൻ്റെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരുമായവരൊക്കെ വഴിമാറി ബാലിൻ്റെയും അശേരയുടെയും പിന്നിലേക്ക് അണിനിരന്ന സമയത്ത് താൻ ഒരുത്തൻ മാത്രമെന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല, തൻ്റെ കൺമുമ്പിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു കാലം വന്നു. ആ കാലത്താണ് ഏലിയാവ് അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ പരിചയപ്പെട്ട കുറേ വ്യക്തിജീവിതങ്ങളുണ്ട്. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗത്തും അവർ താമസിക്കുന്നു. അങ്ങനെ അവരുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ചിലരിൽ നിന്നൊക്കെ എനിക്ക് ചില പഴയകാല അനുഭവങ്ങളും അറിവുകളും ഒക്കെ ലഭിക്കാനിടയായി. അതായത് 1910 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളക്കരയിൽ പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് ശക്തി ആർജിച്ചത്. എന്നാൽ ഒരു 60കൾക്ക് ശേഷം, സ്വാതന്ത്ര്യാനന്തരം 60കൾ 70കൾ ആ സമയത്തൊക്കെ ആളുകൾ പല യാത്രകളും ഒക്കെ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ തോതിൽ യാത്രകൾ ചെയ്തു തുടങ്ങി. അത്യാവശ്യം പഠിപ്പുള്ള ആളുകളൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സ്കൂളുകളിൽ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കായിട്ട് സഞ്ചരിച്ച് തുടങ്ങിയിരുന്നു. വിദേശത്തേക്കുള്ള യാത്രയും പതിയെ ആരംഭിക്കുന്നുണ്ട് ആ സമയത്ത്. എന്നാൽ വടക്കേ ഇന്ത്യയിലേക്ക് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്നാൽ വടക്കേ ഇന്ത്യയിലേക്ക് ധാരാളം പേര് ടീച്ചേഴ്സായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ സ്റ്റീൽ സിറ്റിയാണ് ഭിലായ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണശാലയുള്ളത്. അതിൻ്റെ തലപ്പത്തിരുന്ന ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നൊരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. വൺ മിസ്റ്റർ ചാക്കോ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ആ സമയത്ത് ധാരാളം മലയാളീസിനെ അദ്ദേഹം അവിടെ കൊണ്ടുപോയിരുന്നു. സീനിയർ റാങ്കുകളിലൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവിടെ ഇരുന്നിട്ടുള്ളത്. അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യ ഗവൺമെൻറ് വലിയ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങിയല്ലോ. BHEL, BEL, അങ്ങനെ എന്നു വേണ്ട ധാരാളം സ്ഥാപനങ്ങൾ. അതുപോലെ ഡിഫൻസ് മേഖലയിൽ ഒക്കെയുള്ള ഫാക്ടറികൾ, കാര്യങ്ങൾ, ജബൽപൂർ, ഈ പറഞ്ഞ ഇറ്റാർസി, അതുപോലെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ, പിന്നെ പഞ്ചാബിൻ്റെ ഭാഗങ്ങൾ, പിന്നെ മിലിറ്ററിയിലേക്ക്, ഇങ്ങനെയൊക്കെ ധാരാളം പേര് ചേർന്ന ഒരു കാലം. അപ്പോൾ ഈ 70കളിൽ വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന്, 70കൾ അതിന് ശേഷമുള്ള സമയം, വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് പലരും ഇതുപോലെ ഉദ്യോഗാർത്ഥം ഇന്ത്യയിലെ പല പട്ടണങ്ങളിലേക്കും ചേക്കേറി. പല പട്ടണങ്ങളിലേക്കും അവരിൽ പലരും തനിച്ചാണ് പോയത്. ചിലർ വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെയാണ് അങ്ങനെ കടന്നുപോയത്. അങ്ങനെ കടന്നുപോയി ആ ദേശങ്ങളിലൊക്കെ അവർ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി നിന്നു. ആ സമയത്തൊന്നും കൂട്ടായ്മകൾ വ്യാപകമായ നിലയിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും കൂട്ടായ്മകൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ആ കാലഘട്ടത്തിൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്നു. ആ കാര്യം നിങ്ങളുടെ മുമ്പാകെ ഇന്ന് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്, കഴിഞ്ഞ ആഴ്ച ഏലിയാവിനെയും ദാവീദിനെയും പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിൽ ചിന്തിച്ചതാണ്. പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം ഞാൻ ആ ഭാവമൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ഒന്ന്, പുതിയ തലമുറ വിശ്വാസികളെ ആ കാര്യം ധരിപ്പിക്കണമെന്ന് എനിക്കൊരു ചിന്ത വന്നതുകൊണ്ടാണ് മറന്നു പോകാതെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ കാര്യം നിങ്ങളെ ധരിപ്പിക്കുന്നത്. അതായത് ഏലിയാവിനെയും ദാവീദിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. എന്തിനാണ് ഈ ഒരു വിഷയം ഇപ്പോൾ അവതരിപ്പിച്ചത്? പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ തനിച്ചാണല്ലോ, ഞാൻ ആ പട്ടണത്തിൽ തനിച്ചാണല്ലോ, ഞാൻ ഈ ഗ്രാമത്തിൽ തനിച്ചാണല്ലോ, ഞാൻ ഇന്ന ഉദ്യോഗമായിട്ട് ഇന്ന സ്ഥലത്ത് വന്നതാണല്ലോ, ഞാൻ മിലിറ്ററിയിലാണല്ലോ, അവിടെ എനിക്ക് വേണ്ട ഫെലോഷിപ്പ് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഫെലോഷിപ്പ് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിദേവനം മുഴക്കുന്ന ആളുകൾ കാണാം. അവരൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ പറഞ്ഞ 65കൾ 70കൾ 75കൾ 80കൾക്ക് മുമ്പൊക്കെയുള്ള ആ ഒരു കാലം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലമാണ്. അങ്ങനെ സഞ്ചാരത്തിനായുള്ള സുഗമമായ പാതകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. അന്ന് ഈ കരിവണ്ടിയിൽ എറണാകുളത്തു നിന്നൊക്കെ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന കാര്യം ചില പ്രായമുള്ളവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഐലൻഡ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ചെന്നൈയിലെത്തുന്നു, ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറി വേറെ എവിടെ ഒരു സ്ഥലത്ത് എത്തുന്നു, അവിടെ നിന്ന് അങ്ങനെ ഡൽഹിക്ക് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇന്നുള്ളതുപോലെ എല്ലാം സുഗമമല്ലായിരുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ള ആ കാലത്ത് ഇറങ്ങിത്തിരിച്ച ആളുകൾ ഒന്നും ചഞ്ചലിച്ചു പോയിട്ടില്ല. പോയിട്ടുള്ളവർ കാണുമായിരിക്കാം, എന്നാൽ ധാരാളം പേര് അങ്ങനെ തന്നെ അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നത്തേതിൽ
ഈ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവർ ധാരാളം ഓരോരോ സ്ഥലങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ചിലർ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു ചെന്നു. അതല്ലാതെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സഹോദരങ്ങൾ 5-10 പേരൊക്കെ ഉള്ളൊരു ഏരിയയിൽ അവരൊരുമിച്ച് കൂടി പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതിനിടയിൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് നിയോഗം കൊടുത്ത് ചിലരെ ശക്തിപ്പെടുത്തി വചനത്തിൻ്റെ വെളിപ്പാടുകൾ കൊടുത്ത് അവരിൽ ചിലരെ ശുശ്രൂഷകരാക്കി മാറ്റി. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലൊന്ന് വരച്ചു വെക്കുകയാണ്, നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരിക. അങ്ങനെ 70കൾക്ക് ശേഷം സർക്കാർ സർവീസിൽ ഉന്നതമായ റാങ്കിലൊക്കെ ഇരിക്കുന്ന പല ആൾക്കാരും അതുപോലെ മിലിറ്ററി സർവീസിലിരിക്കുന്ന പല ആൾക്കാരും അവരുടെ സർവീസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു സംഭവം. 70കളൊക്കെ ആയപ്പോഴത്തേക്കും പേർഷ്യൻ യാത്രകൾ ആരംഭിച്ചിരുന്നു മലയാളക്കരയിൽ നിന്ന്. അങ്ങനെ പിന്നത്തേതിൽ അത് ഗൾഫ് യാത്ര എന്നുള്ള പേരിലേക്ക് പരിണമിക്കപ്പെട്ടു. അങ്ങനെ സൗദി അറേബ്യയിലും മറ്റ് ഭാഗങ്ങളിലും ഒക്കെ ധാരാളം പേർ കടന്നുപോയി. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ പതിയെ ഉദയം ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് പോയ പലരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ പിന്നത്തേതിൽ കേൾക്കാനിടയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തനിച്ച് ആരെങ്കിലും വിശ്വാസ വഴിയിൽ നിൽപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന കാരണത്താൽ നിങ്ങളാരും നിരാശപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴയ സംഭവത്തെ, ഈ ഒരു ചരിത്ര സംഭവത്തെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവന്നത്. ആ കാലഘട്ടത്തിൽ 70കൾ 75കളിൽ തനിച്ച് വടക്കേ ഇന്ത്യയിലേക്ക്, രാജസ്ഥാനിലേക്ക്, ഗുജറാത്തിലേക്ക്, അതുപോലെ എവിടെയാ ഈ ഇന്നത്തെ ഹരിയാന അല്ലെങ്കിൽ പഴയ പഞ്ചാബ്, ആ പഞ്ചാബിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോയവരുണ്ട്. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലല്ല, സർക്കാർ സർവീസിലും പ്രൈവറ്റ് സർവീസിലും പല സർവീസുകളുണ്ടല്ലോ. അങ്ങനെ പല സർവീസുകളിലും പോയി. നാട്ടിലങ്ങനെ ധാരാളം ജോലിയില്ലായിരുന്നു. എന്നാൽ കേരളത്തിൽ വെച്ചിട്ട് അവർ ആ കാലഘട്ടത്തിൽ വിശ്വാസ വഴിയിലേക്ക് വന്നു. ആ സമയത്ത് കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിച്ചു, ആത്മാവിൽ ബലപ്പെട്ടു, നിരന്തര വചനധ്യാനവും പഠനവും ഒക്കെയുള്ളൊരു കാലം. ശരിക്കും കാര്യങ്ങളെ മനസ്സിലാക്കി, നെല്ലും പതിരുമൊക്കെ ഒന്ന് ഒരളവിൽ വേർതിരിച്ച് കിട്ടി. ആ ബോധ്യത്തോടെയല്ലേ പോയിരിക്കുന്നത്. ഇനിയൊരു മടക്കയാത്ര, വേറൊരു വഴിയിലേക്കൊരു മടക്കയാത്രയില്ല. ഒരു സത്യം അറിഞ്ഞു. കാൽവറി ക്രൂശ് അവരുടെ കൺമുമ്പിൽ വെളിപ്പെട്ടു. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കൺമുമ്പിൽ വരച്ചു കിട്ടി. അങ്ങനെ നല്ല ബോധ്യങ്ങളോടുകൂടിയാണ് ഈ പറയപ്പെട്ട ആളുകൾ ആ കാലഘട്ടത്തിൽ പോയത്. അതുകൊണ്ട് അവർ പിന്നെ വന്ന ആളുകൾക്ക് പ്രചോദനമായി, പിന്നെ വന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനമായി തീർന്നു. പിന്നെ വന്നവരെയൊക്കെ അവർ ധൈര്യപ്പെടുത്തി. ഞങ്ങൾ ഇത്ര കാലം ഇവിടെ തനിച്ച് ഈ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു, ആരാധനയൊക്കെ തനിച്ചായിരുന്നു, കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പം നിങ്ങളും കൂടെ വന്നു, സന്തോഷം, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം എന്ന നിലയിലേക്ക് അവർ മുൻപോട്ട് പോയ ആ ഒരു കാലഘട്ടത്തെ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ചുറ്റും അങ്ങനെ അധികം പേരില്ലെങ്കിലും അധൈര്യപ്പെട്ട് പോകരുത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയ പല സഹോദരങ്ങളുമുണ്ട്. യൂറോപ്പിലെ ചില റിമോട്ട് പ്ലേസുകളിൽ, യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്തയിൽ പെട്ടെന്ന് കയറി വരുന്നത് UK ആണ്. UK എല്ലാം UKയോ ജർമ്മനിയോ ഫ്രാൻസോ ഒന്നുമല്ല, അതല്ലാതെ ഒത്തിരി രാജ്യങ്ങൾ വേറെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും ജോലിക്ക് പോയ ആളുകളുണ്ട്. അവിടെയൊന്നും അങ്ങനെ അധികം നമ്മൾ പറയുന്ന പോലത്തെ വിശ്വാസി സമൂഹങ്ങളില്ല, മലയാളി കമ്മ്യൂണിറ്റിയും ഇല്ല, മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും ഇല്ല ഇംഗ്ലീഷ് കാര്യങ്ങൾ പറയാനായിട്ട്. അവിടെ ചെന്ന് ആ ദേശത്തെ ഭാഷയൊക്കെ പഠിച്ച് അവർ ആ ദേശവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ആ ജോലിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പലർക്കും വേണ്ട വിധത്തിൽ ഞാൻ പറഞ്ഞ പോലെ കൂട്ടായ്മ ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടങ്ങൾ ചിലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മേലാൽ കേൾക്കുമ്പോൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ തനിച്ച് നിങ്ങൾക്ക് തന്നെ ബലം വർദ്ധിപ്പിക്കുക. ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തിയെന്ന് വായിച്ചാണ് നമ്മളങ്ങ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച. ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തിയെന്ന്. അതുപോലെ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും അവിടെ നിങ്ങൾ തന്നെത്താൻ ബലപ്പെടുത്തുക. കാഹളം ധനിക്കാൻ സമയമായ ഒരു കാലമാണ്. കാഹളത്തിന് വേണ്ടി കാതോർത്ത് ഈ ശരീരത്തിൽ, ഈ മൺകൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് എനിക്ക് തുടക്കത്തിൽ തരാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച ആ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് കടന്നു പോകാം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ശരിക്കും സമർപ്പിത ജീവിതത്തെക്കുറിച്ചാണ്. സമർപ്പിത ജീവിതം അഥവാ സമ്പൂർണമായൊരു സമർപ്പിത ജീവിതം, അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു വന്നത്, സമർപ്പിതമായ ആ ഒരു കാര്യത്തിലേക്ക്. അതിന് കൂടെ തന്നെ നമ്മൾ പറയുമായിരുന്നു, പ്രസിദ്ധരായ പലർക്കും ഗഹനമായ ഈ ആത്മീയ വിഷയങ്ങൾ മറഞ്ഞിരിക്കുകയാണ്, അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഒരു 3-4 ആഴ്ചയായിട്ട് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഊന്നി നിൽക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾ മറന്നു പോകരുത്.
സമ്പൂർണ്ണമായൊരു സമർപ്പണത്തെക്കുറിച്ചാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവിൽ സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത് പറഞ്ഞു തുടങ്ങാൻ കാരണം ചില പ്രസിദ്ധരായ ശുശ്രൂഷകർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കണ്ടപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞു തുടങ്ങി ശുശ്രൂഷകരെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും, ശുശ്രൂഷകർ മാത്രമല്ലല്ലോ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ എന്നുള്ളതാണ് വചനത്തിലൂടെ പറഞ്ഞു കൊണ്ടുവന്നത്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആവർത്തനം എന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആവർത്തനം എന്ന നിലയിൽ ആവർത്തിച്ചപ്പോൾ തന്നെയും അതിനൊരു പുതുമയുണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലർ എന്നോട് പറഞ്ഞത്. അതിനു മുൻപുള്ള ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ചില ചോദ്യോത്തര പങ്ക്തി എന്നുള്ള നിലയിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അതായത് ചില പ്രിയപ്പെട്ടവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ ആൻസറുകൾ അവർ കണ്ടെത്തി, എന്നാൽ കുറച്ചും കൂടെ തെളിഞ്ഞു വരണമായിരുന്നു, അതിനുള്ളൊരു പ്രോത്സാഹനം നമ്മൾ പറയുമായിരുന്നു. ആ കൂടെ തന്നെ ഞാനും ആ മെസ്സേജ്, കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചത്തെ മെസ്സേജ് ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് ചില പോയിൻറ്റ്സ്, ഏതാണ്ട് 8-10 പോയിൻറ്റ്സ് ഞാനും നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ നോട്ട് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സ് നിങ്ങളിൽ പലരും പറഞ്ഞില്ല, എന്നാൽ നിങ്ങളിൽ ചിലർ അതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ധരിപ്പിക്കുകയായിരുന്നു, ആ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ വിശദമായി നമ്മൾ പറഞ്ഞ് ആ മെസ്സേജ് അവസാനിപ്പിക്കാറായപ്പോൾ സമയം ഒത്തിരി പോയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ആ അവസാനം പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളുടെ യൂട്യൂബ് മെസ്സേജിലൊന്നും വന്നില്ല. ഞാനതെല്ലാം അത് ദീർഘമായി പോയി എന്ന കാരണത്താൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുമായിരുന്നു. ആ അവസാനം പറഞ്ഞ കാര്യം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, കാരണം കേൾക്കാത്ത സഹോദരങ്ങൾ ആ കാര്യമൊന്നും മനസ്സിലാക്കിക്കൊള്ളട്ടെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലേവ്യ പുസ്തകത്തെയും പുറപ്പാട് പുസ്തകത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചു വന്നത്. അതിന് ഈ സമാഗമന കൂടാരത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിലേക്കും അതിന് വിശുദ്ധ സ്ഥലത്തേക്കുമൊക്കെ കടന്ന് ചെന്നാണ് നമ്മൾ കാര്യങ്ങളെ കണ്ടതും സംസാരിച്ചതും. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ഒരു പഠനത്തിൽ കഴിഞ്ഞ ആഴ്ച ഏർപ്പെട്ടിട്ടില്ല, ഈ ആഴ്ചയിലും ഏർപ്പെടാൻ പ്ലാനില്ല. എന്നാൽ അതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയും. സമാഗമന കൂടാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലിളകുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും ഹാലിളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും തോന്നും, യെസ്, ഈ പാസ്റ്റർ സമാഗമന കൂടാരത്തിൻ്റെ ടാബർനാക്കലിൻ്റെ എന്തോ ഒരു സ്റ്റഡിയിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കുകയാണെന്നൊന്നും ആരും ധരിക്കരുത്. എൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം സമ്പൂർണ്ണമായൊരു സമർപ്പണം, നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം, അതിനുമേൽ നമുക്ക് അവകാശമില്ല, അതിന് ഗൗരവം എന്താണ് എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണമായിരുന്നു. അതിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സോഴ്സുകൾ ഞാൻ പുറത്തെടുത്തു, കൊള്ളാവുന്ന കാര്യങ്ങൾ പുറത്തെടുത്തിട്ട് 4 സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്യണമല്ലോ, അതിനകത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തി കാര്യങ്ങളെ കാണിച്ചു തരണം, പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ടാണ് ആ വിഷയങ്ങളെടുത്തത്. അതല്ലാതെയും വേറെ പല കാര്യങ്ങളും പറയാനുണ്ട്. എങ്കിലും ഏറ്റവും മനോഹരമായ ചില വിഷയങ്ങളായിട്ട്, അതായത് കർത്താവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കണം. നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ മുൻനിർത്തി, കർത്താവിൻ്റെ ലൈഫിനെ മുൻനിർത്തിക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക്കുകൾ എടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവിടെ ഭോജനയാഗെന്നുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു സമർപ്പിതനായിരുന്നു, താനൊരു ഭോജനയാഗമായി തീർന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുമ്പോൾ അതിലെ ഒരു ഭാഗമായിരുന്നു ദൈവസന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പം ഭോജനയാഗമായി അർപ്പിക്കുന്നൊരു കാര്യം, അതായത് അടുപ്പത്ത് വെച്ച് ചുടുന്ന കാര്യം, അൺലീവൻഡ് കേക്ക്സ് ഉണ്ടാക്കുന്ന കാര്യം, അതായത് പുളിപ്പില്ലാത്ത കേക്ക് ഉണ്ടാക്കുന്ന കാര്യം. അത് ഓവനിൽ വെച്ചാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ അതൊരു കാര്യമായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ധൂപപീഠത്തിൽ, സമാഗമന കൂടാരത്തിലെ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന 5 വിധ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സൗരഭ്യത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത് സൗരഭ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ നേർമയായി പൊടിച്ച ആ വസ്തുക്കൾ ധൂപപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള തീക്കനലുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പുറപ്പെട്ടു വരുന്ന ഒരു സൗരഭ്യത്തെക്കുറിച്ച്. അപ്പോൾ ആദ്യം പറഞ്ഞത് ടേസ്റ്റിനെ കുറിച്ചാണ്, രണ്ടാമത് സൗരഭ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 2 കാര്യം കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പറഞ്ഞത് വിളക്കിൻ്റെ കാര്യമാണ്.
വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. വിളക്ക് പ്രകാശിച്ച് നിൽക്കുന്ന കാര്യം. അങ്ങനെ ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന ആ തിരി കത്തുമ്പോൾ ലഭിക്കപ്പെടുന്ന പ്രകാശം, ആ പ്രകാശം അനേകർക്ക് പ്രയോജനമായി തീരുന്നു. ആ പ്രകാശത്തിങ്കൽ അവർ ആത്മീയമായ സത്യങ്ങൾ അറിയുന്നു. അപ്പോൾ നാം ആകുന്ന തിരികൾ കത്തി അമർന്നു കഴിഞ്ഞാൽ അതിലൂടെ പുറപ്പെട്ടു വരുന്ന ആ വെളിച്ചം മറ്റനേകർക്ക് പ്രയോജനമായി തീരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ നാമും മറ്റുള്ളവർക്ക് ടേസ്റ്റായി തീരണം, പ്രയോജനമായി തീരണം, ഭോജ്യമായി തീരണം. അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആത്മാവിൻ്റെ ഫലങ്ങളല്ല ഫലം, അത് പുറപ്പെട്ടു വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടു വരുമ്പോൾ, ഇപ്പം നമ്മൾ ബത്ലഹേമിനെ കുറിച്ച് പറയില്ലേ. ബത്ലഹേം എന്ന് പറഞ്ഞാൽ ബെയ്ത്ത് ലഹേം എന്ന 2 വാക്കും കൂടെ ചേർന്നാണ് ഈ ബെയ്ത്ത് ലഹേം എന്ന് പറയുന്നത്. അപ്പത്തിൻ്റെ ഭവനം എന്ന് ചുരുക്കി പറയും. അപ്പത്തിൻ്റെ ഭവനം. നാം ഓരോരുത്തരും ഓരോ ബെയ്ത്ത് ലഹേമുകളായിരിക്കണം. അതായത് അപ്പത്തിൻ്റെ ഭവനങ്ങളായി മാറണം. നമ്മോട് അടുത്ത് വരുന്നവർക്ക് ഈ പറയപ്പെട്ട നിലയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് വെച്ചാൽ അവിടെ പുളിപ്പെന്ന് പറയുമ്പോൾ ഉപദേശ പെശകളെയാണ് കാണിക്കുന്നത്, ഉപദേശ പെശകളെ. അപ്പോൾ അങ്ങനത്തെ ഉപദേശ പെശകളൊന്നുമില്ലാത്ത പുളിപ്പില്ലാത്ത അപ്പം നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരണം. അതായത് ദൈവവചന സത്യങ്ങൾ. ആളെ കുഴി ചാടിക്കരുതെന്ന് ചുരുക്കം, കൊണ്ടുപോയി കുഴി ചാടിക്കരുത്. അവരെ സത്യമാർഗത്തിൽ അപ്പോസ്തലന്മാർ നടന്ന പാതയിലേക്ക് നടത്താൻ പാകത്തിന് നമ്മൾ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മെക്കൊണ്ട് കഴിയണം അതിന്. അങ്ങനെ കഴിയണമെങ്കിൽ ഓവൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഓവൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ ഈ സ്വാദിഷ്ടമായ നിലയിൽ കേക്ക് രൂപപ്പെട്ടു വരും. പിന്നീട് അത് കുത്തിക്കിഴിക്കുന്ന കാര്യവും പറഞ്ഞു. PhD കേക്ക് എന്നുള്ള നിലയിൽ കുത്തിക്കിഴിക്കുന്ന കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഓരോ കാര്യങ്ങളും വിളക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് അടിപ്പുപണിയായിട്ടാണ് പണിതെടുക്കുന്നത്, അടിപ്പുപണിയായിട്ട്. അപ്പോൾ ആ അടിക്കുമ്പോൾ, ചുറ്റിക വീഴുമ്പോൾ, അടിക്കുക മീൻസ് ഹാമറിങ്, ചുറ്റിക വീഴുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ചിന്തിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിനുണ്ടായിരുന്ന സ്വാഭാവികമായ ഷേപ്പ് തന്നെ മാറിപ്പോവുകയാണ്. 1 താലന്ത് തങ്കത്തിന് മേൽ ചുറ്റിക വീഴുമ്പോൾ അത് മറ്റൊരു ഷേപ്പിലേക്ക് വരികയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പ് അതായിരിക്കില്ല ചിലപ്പോൾ, അത് ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് അങ്ങനെ മാറ്റപ്പെടുകയാണ്. ഓരോ അടിപ്പുപണികളും നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ കാര്യങ്ങളാണ് അതിലൂടെ വരുന്നത്. പിന്നെ ഞാൻ സൗരഭ്യത്തിൻ്റെ കാര്യം പറഞ്ഞതും അങ്ങനെ തന്നെ. അത് നമ്മൾ ആത്മാവിലുള്ള ആരാധന എന്നുള്ളൊരു വിഷയം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ വിശദമായി പറയേണ്ട കാര്യമാണ്. വളരെ സീരിയസ് ആയ മാറ്ററാണത്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ സമയത്തുള്ളിൽ വന്ന ഒരു കത്തലാണ്, ഒരു വെളിപ്പാടാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നേരത്തെ ഒന്നും ചിന്തിച്ചതോ നോട്ട് ചെയ്ത് വെച്ചതോ ഒന്നുമല്ല. ഇങ്ങനെ സംസാരിച്ചു പോയി അത് കൺക്ലൂഡ് ചെയ്യാൻ നേരത്ത് പെട്ടെന്നുള്ളിൽ വന്ന ഒരു ഗഹനമായ ചിന്ത. പിന്നീട് ഞാൻ ആ കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. വളരെ സീരിയസ് ആയ ഒരു കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലാണ്, ആ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഞാൻ പറഞ്ഞത്. അതായത് അതിൻ്റെ കോർട്ട് യാർഡിൽ അഥവാ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: അത് സമർപ്പിത ജീവിതത്തെ കാണിക്കുന്നു എന്ന്. ഒരു സത്യക്രിസ്ത്യാനിയുടെ സമർപ്പിത ജീവിതത്തെയാണ് ബലിപീഠം കാണിക്കുന്നത്, അഥവാ യാഗപീഠം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഹോളി പ്ലേസിൽ ഇൻസെൻസ് ഓൾട്ടർ അഥവാ സുഗന്ധ ധൂപപീഠം ഇരിപ്പുണ്ട്, സുഗന്ധ ധൂപപീഠം. ആ സുഗന്ധ ധൂപപീഠത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ മുന്നമേ, അതായത് നമ്മൾ ന്യൂസിലാൻഡ് മീറ്റിങ്ങിനകത്ത് സമാഗമന കൂടാരത്തെക്കുറിച്ച് ദീർഘമായി പഠിച്ചിട്ടുള്ളതാണ്. അവിടെ വന്നിട്ടുള്ള സഹോദരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ കാലത്ത് ആ സമയത്ത് നമ്മൾ പഠിച്ചു പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ ധൂപപീഠം എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു, അത് ആത്മാവിലുള്ള ആരാധനയെ കാണിക്കുന്ന ഇടമാണെന്നൊക്കെ. അതായത് പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും യെരുശലേം ദേവാലയത്തിലും ഇരിക്കുന്ന ധൂപപീഠം എന്ന് പറയുന്നത് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠനത്തിന് കൊണ്ടുവരുന്നത്. ഒന്ന്, അത് ആത്മാവിലുള്ള ആരാധനയുടെ ഇടമായിട്ട് പറയും. 2 മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടമായിട്ട് പറയും. ആ 2 വിഷയങ്ങൾ വിശദീകരിക്കാനാണ് അതെടുക്കുന്നത്. അതല്ലാതെ പിന്നീട് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ പറയും യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഇൻസെൻസ് ഓൾട്ടർ നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ആ വിഷയം പിന്നത്തേതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ്:
ആ ധൂപപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച അത് ആരാധനാ ജീവിതത്തെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒന്ന്, യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സമർപ്പിത ജീവിതത്തെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ധൂപപീഠത്തിലേക്ക് നോക്കുമ്പോൾ ആരാധനാ ജീവിതത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒന്ന് പ്രാകാരത്തിലും ഒന്ന് വിശുദ്ധ സ്ഥലത്തുമാണ് ഇരിക്കുന്നത്. ഇവിടം മുതൽ അവിടം വരെ ഒരു ദൂരമുണ്ട്, അല്ലെങ്കിൽ ഒരു യാത്രയുണ്ട്. ആരാധനയ്ക്കായൊരു യാത്ര അല്ലേ? ആരാധനയ്ക്കായ ഒരു യാത്രയില്ലേ? ഒരു യാത്രയുണ്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട് ചെങ്കടലും കടന്ന് മരുഭൂമി വഴിയായി ഇസ്രായേൽ ജനം ആരാധനയ്ക്ക് യാത്ര ചെയ്ത കാര്യം, ആരാധന എങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് മോശ ഫറവോനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ വിട്ടയക്കുക, ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും വിട്ടയക്കുക, ഞങ്ങൾ ഏതിനാൽ ആരാധിക്കേണ്ടു എന്ന് ഇപ്പോഴറിയുന്നില്ല, അതെല്ലാം അവിടെ ചെന്നാണ് അറിയുന്നതെന്ന് പറഞ്ഞതുപോലെ ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിമിതമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് ഇതിനകത്തേക്ക് വരുന്നത്. പരിമിതമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പുനഃത്തത്തിൽ അവൻ ആ സമർപ്പിത ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. രണ്ട് രീതിയിലാണ് കേട്ടോ, അതും ഓർത്തിരിക്കണം. ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലും, രണ്ട് രീതിയിലും പഠിപ്പിക്കും. തിയറി ക്ലാസ്സുകൾ ഇങ്ങനെ ഉപദേശിമാരിരുന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അടുത്തത് അതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ചുമ്മാ തിയറി ക്ലാസ് മാത്രമല്ല ഉള്ളൂ, ആ എടുത്ത തിയറി ക്ലാസ്സിൻ്റെ പ്രാക്ടിക്കൽ സൈഡുകളുണ്ട്. തിയറി ക്ലാസ്സുകൾ എടുക്കുന്നത് ക്ലാസ് റൂമിലാണ്, പ്രാക്ടിക്കൽ സൈഡ് വെളിയിലാണ്. അത് മരുഭൂമി സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും പ്രാക്ടിക്കൽ സൈഡുകൾ വെളിപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഞാൻ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടവരാണെങ്കിലും പിന്നെ കേൾക്കാനുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സമർപ്പിത ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുവൻ ആ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ, ആ സമർപ്പിത ജീവിതാനുഭവത്തിലേക്ക് വരുമ്പോൾ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി എനിക്കിതിനകത്ത് ഈ ജീവിതത്തിൽ യാതൊരു പിടിയുമില്ല, എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിക്കുകയാണ്, നല്ല കുശവനെ ഏൽപ്പിക്കുകയാണ്. അത് വേറൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞതാ. കുശവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ചിലപ്പോൾ വക്ക് പൊട്ടിപ്പോയ കലമായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിക്കോട്ടെ, അതെല്ലാം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കുശവന് ബോധിച്ചതുപോലെ അതിനെ ഒരു മാനപാത്രമാക്കി എടുക്കും. അപ്പോൾ അതിനെ ആദ്യം അതൊന്ന് ഉടയ്ക്കും, പിന്നെ അതെന്ത് ചെയ്യും, അത് ചെളിയിലിട്ട് വീണ്ടും ചവിട്ടും. അങ്ങനെയാണ്, ചവിട്ടിക്കൂട്ടി അതിനൊരു പരുവത്തിലാക്കും. ഒരു പശപ്പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിലാക്കി കൊണ്ടുവരും. അങ്ങനെ ആ പരുവത്തിലാക്കിയതിന് ശേഷമാണ് അത് ചക്രത്തിലേക്ക് പിടിക്കുന്നത്. ചുമ്മാ ചക്രത്തിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ? ആ കൊണ്ടുവരുന്ന കോലത്തിൽ അങ്ങനെ തന്നെ ചക്രത്തിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതിനെ ഉടയ്ക്കണം. അപ്പം നമ്മൾ പറയാം ആ വക്ക് മാത്രമല്ലേ അല്പം പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, വക്ക് മാത്രമായിട്ട് പിടിപ്പിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ സമ്പൂർണമായ ഉടയ്ക്കലാണ്. സമ്പൂർണമായ ഉടയ്ക്കലും പിന്നീട് പണതൊരുക്കിക്കൊണ്ടുവരുന്നത് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഷേപ്പിലേക്കായിരിക്കും, ഒരു രൂപത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന്. അവന് മാറ്റങ്ങൾ വരികയാണ്. മാറ്റങ്ങൾ അവൻ്റെ ഷേപ്പിലെന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും തലയൊക്കെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അവൻ്റെ ഷേപ്പിൽ, അവൻ്റെ എല്ലാ ഇടപാടുകളിലും മാറ്റങ്ങൾ വരും, വലിയ മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾക്ക് വിധേയനാകുകയാണ്. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയ ബലിപീഠത്തിലേക്ക് എന്താ പറഞ്ഞത്? സമർപ്പിത ജീവിതത്തെ. അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനി അവനൊരു ഒന്നാന്തരം ആരാധനക്കാരനാക്കി മാറ്റേണ്ടതുണ്ട്. ആരാധനക്കാരനാക്കി മാറ്റണമെങ്കിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ബെന്തിക്കോസ് അല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അത് വേറെ ബെന്തിക്കോസ്, ഇത് വേറെ ബെന്തിക്കോസ്. 2-3 ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആണിനെയും പെണ്ണിനെയും ചാടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനെ സമർപ്പണാനുഭവത്തിലേക്ക് വന്നവനെ ഒരു സത്യാരാധനക്കാരനാക്കി മാറ്റണമെങ്കിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്നാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്നാണ്. അപ്പോൾ ഒരു ഹൃദയനുറുക്കത്തോടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹൃദയനുറുക്കത്തോടെ വരുന്നവർക്കാണ് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. അതൊന്നുകൂടെ ഞാൻ കടത്തി പറയാം. ധൂപപീഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതും പഴയ നിയമ വേദഭാഗങ്ങളെ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പുറപ്പാട് പുസ്തകത്തോടും ലേവ്യ പുസ്തകത്തോടും ഒക്കെയുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന ധൂപവസ്തു നേർമയായി പൊടിക്കണം. അപ്പോൾ ആ കൊണ്ടുവരുന്ന വസ്തു അത് പൊടിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നുറുക്കലിൻ്റെ അനുഭവങ്ങളിലേക്കാണ് വരുന്നത്. ആ നുറുക്കലിൽ നിന്ന് അത് പിന്നീട് വീണ്ടും പൊടിയപ്പെടുന്ന അനുഭവത്തിലേക്ക് വരും. അതായത് പ്രോസസ്സുകളുണ്ടെന്ന് ചുരുക്കം. പ്രോസസ്സുകളുണ്ട്.
ആ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. അയ്യോ, ഗ്രഹിക്കുന്നുണ്ടോ എന്തോ? ആ പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. എങ്ങനെയാണ് തുടങ്ങിയത്? ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയായിരുന്നു. എന്തിനാ? സത്യാരാധനയ്ക്ക് വേണ്ടി. ദൈവസാന്നിധ്യം അനുഭവിക്കണം, വിടുവിച്ചവനെ ആരാധിക്കണം, വിടുവിച്ചവനെ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ബലിപീഠത്തിൻ്റെ അനുഭവം, സമർപ്പിതാനുഭവം. അപ്പം നമ്മളെ തന്നെ അങ്ങ് നുറുക്കിക്കൊണ്ട് നമ്മെ തന്നെ ഈ പറഞ്ഞ അനുഭവത്തിലൂടെയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. നമ്മെ തന്നെ നുറുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? ഒരിക്കലും പറ്റത്തില്ല. നമ്മെ കൊണ്ട് കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒറ്റയൊരു കാര്യം. അതാ സമർപ്പണാനുഭവത്തിലേക്ക് വരിക. എങ്ങനെ? കേൾക്കപ്പെടുന്ന വചനത്തിന് മുമ്പാകെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കാമല്ലോ. കർത്താവേ, ഈ കേട്ട കാര്യങ്ങൾ ഗൗരവതരമാണ്. പരിശുദ്ധാത്മാവാം ദൈവമേ, എന്നെ ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ. ഞാൻ ഇന്നലെ വരെ പോയ ഒരു പൊത്തുപൊരുത്ത അനുഭവത്തിൽ നിന്ന് എന്നെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്കും ഒരു സത്യാരാധകൻ എന്ന നിലയിലേക്കും എന്നെ ഉയർത്തണമേ. എന്നെ ആ ഒരു നിലയിൽ നടത്തണമേ. പൂർവ്വപിതാക്കന്മാർ നടന്ന ആ വഴിയിലൂടെ എന്നെ നടത്തണമേ. ആ കാലഘട്ടത്തിൽ അവർ ആത്മാവിൽ അനുഭവിച്ച സ്വാതന്ത്ര്യവും സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ പാകത്തിന് ശരിക്കും ആ ക്രിസ്ത്യാനിറ്റി എനിക്കൊന്ന് ഡിവൈൻ ചെയ്ത് തരണമേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിശ്ചയമായും നുറുക്കാൻ ആരംഭിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞത്? ബലിപീഠം കാണുമ്പോൾ സമർപ്പണത്തെ ഓർക്കുക എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമർപ്പണാനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മെ ഒരു ആരാധനക്കാരനാക്കി കൊണ്ടുവരികയാണ്, ആരാധനയുടെ അനുഭവത്തിലേക്ക്. അല്ലാതെ ചുമ്മാ ഇങ്ങ് വന്നിട്ട് ശരി, കൈകളെ കൊണ്ടുവന്നിട്ടുള്ള എത്ര പേരുണ്ടെന്ന് ഇവിടെ? കൈകളെ കൊണ്ടുവന്നിട്ടുള്ളവർ ആരുമില്ലേ? കൈകളെ കൊണ്ടുവന്നിട്ടുള്ളവരെ അവരുണ്ടെങ്കിൽ കൈ ഒന്ന് പൊക്കി കേട്ടോ. കൈകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കക്കാരെല്ലാം ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു തുടങ്ങി. കൈകളെ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കൈകളെ ഉയർത്തി, കാലുകളെ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ച്, നാക്ക് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേ, പിന്നെ എന്നതാ വേറെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ വിദ്വാന്മാർ പറയുന്നത്. എൻ്റെ കർത്താവ്, ഇവനിന്ന് ഇതിൻ്റെ ABCD അറിയില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഈ വന്ന് കയ്യും കാലും ഒക്കെ പറയുന്നത്? കൈകളെ കൊണ്ടുവരുന്നു. എന്താ ഈ പറയുന്നത്? അയ്യോ, ഞാൻ എങ്ങനെ പ്രസംഗിക്കും ദൈവമേ? ഈ മുൻപിലിരിക്കുന്ന ആളുകൾ ആരാ? അവർ ഓർഡിനറി പേഴ്സൺസ് അല്ല, അവർ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാണ്. അവർ പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരാണ്. രാജാക്കന്മാരോടാണോ ഇങ്ങനത്തെ കളിതമാശയൊക്കെ പറയുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ മുൻപിലിരിക്കുന്ന ആളുകൾ ആരെന്നാ വിചാരിച്ചത്? കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച മനുഷ്യരല്ലേ അവർ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? ഒരു പുരോഹിതൻ വിവേകശൂന്യനാണോ? ഒരു മരമണ്ടനാണോ ഒരു പുരോഹിതൻ? പഴയ നിയമ കാലഘട്ടത്തിൽ പോലും അങ്ങനത്തെ ആരും കാണില്ല. അപ്പോൾ പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ? പക്ഷെ യാഥാർത്ഥ്യം ഇത്തിരി മാറിയാണ് കിടക്കുന്നത്. നമ്മുടെ ആളുകളെ ആ ഒരു നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും എത്തിയിട്ടില്ലെന്നറിയാം. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ശുശ്രൂഷകരാണ്, ഞങ്ങൾ സത്യം പറയുന്നില്ല, പ്രയോജനമുള്ളതൊക്കെ മറച്ചു വയ്ക്കുകയാണ്, ആത്മാവിൽ സത്യം വിളമ്പുന്നില്ല, സത്യം പ്രസംഗിക്കുന്നില്ല, വചനത്തിൻ്റെ ആഴങ്ങൾ പങ്കുവെക്കുന്നില്ല, ജനത്തെ ആ ഗൗരവത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ എല്ലാവരും തലയെടുപ്പുള്ളവരായി മാറില്ലേ? എല്ലാവരും ബോധ്യമുള്ളവരായി മാറില്ലേ? ഇപ്പം നമ്മുടെ കൂടെ ഇത്രയും പേരിയ്ക്കുന്നു. ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും പുതിയ നിയമത്തിലെ രാജാക്കന്മാരാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഉള്ള പേരുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി ആരൊക്കെ വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും പേരെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്നവരാ, കൃപയിൽ മുൻപോട്ട് പോകുന്നവരാ. അവരെല്ലാം രാജാക്കന്മാരാണ്, അവരെല്ലാം പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തമാണ് യാഗാർപ്പണവും ധൂപാർപ്പണവും എന്ന് പറയുന്നത്. യാഗാർപ്പണമുണ്ട്, പിന്നത്തതിൽ ധൂപാർപ്പണമുണ്ട്. ഈ രണ്ട് കാര്യത്തിന് അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പൗരോഹിത്യം അവരുടെ മേലുണ്ട്. അതുപോലെ അവർ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവരെ രാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? അവർ വിലമതിക്കപ്പെടേണ്ട ആളുകളാണ്. വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരല്ലേ, അതുകൊണ്ട് നിശ്ചയമായും വിലമതിക്കേണ്ട ആളുകളാണ്. അത്തരക്കാരോടാണ് പോഴത്തരം പറയുന്നത്. എന്നതാ കൈ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാൻ നീ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പോരെ? ഈ ആളുകളുടെ മുമ്പിൽ വന്നിരുന്ന് അതൊക്കെ പറയണോ? ഇവരെല്ലാം നല്ല ബോധത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അവർ വീട്ടിൽ നിന്ന് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഒരു അർപ്പണത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആരാധനയിൽ എന്താ ഉള്ളത്? ഒരു അർപ്പണമാണ്. ഒന്ന്, തന്നെ സമർപ്പിക്കുന്നു. രണ്ട്, പുതിയ നിയമത്തിൻ്റെ ആരാധനയിൽ യാഗാർപ്പണങ്ങളുണ്ട്. അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കും. അത് 1000 മൂരികളെക്കാളും അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രസാദകരമായ
ഒരു അർപ്പണമാണ് അധരബലം എന്ന സ്തോത്രയാഗം. അങ്ങനെ ആ ഈ സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിന്നെ എന്താ ആത്മാവിലുള്ള ആരാധനയുടെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അലക്കി കുളിച്ച് വന്നത് എന്തിനു വേണ്ടിയാ? ഈ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമുണ്ടല്ലോ, സഭാഹോള്, അവിടെ വന്നിരുന്ന് ഉറങ്ങാൻ വന്നതാണോ? അയ്യോ, അവിടെ പായിട്ടിട്ടുള്ളത്. എന്നാൽ പിന്നെ തലയണയും കൂടെ കൊണ്ടുപോവാ, ഒരു പില്ലോയും കൂടെ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഉറങ്ങാൻ വന്നതല്ല നിങ്ങളാരും. നിങ്ങൾ മീൻസ് ദൈവമക്കൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ആരാധനയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഒരൊറ്റ കുഞ്ഞു പോലും ഉറങ്ങാനായിട്ട് വരുന്നില്ല. അങ്ങനെ ഒരു എയിമിൽ വരുന്നില്ലെന്ന് തന്നെ എൻ്റെ ഒരു ചിന്ത. ഉറങ്ങാനായിട്ടുള്ളൊരു ചിന്തയിലാരും വരുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ നല്ല ബോധ്യത്തിലല്ലേ വരുന്നത്. അവരോട് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? പറയാൻ കൊള്ളത്തില്ല. അത് ശരിയായ രീതിയല്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ആളുകൾ പറയും. ഇന്നിപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു. കേൾവിക്കാർക്ക് അതൊരു സന്തോഷമാണ്. പറഞ്ഞോ ഞങ്ങൾ കൈ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സൗരന്മാരും ഒക്കെ തൊട്ട് നോക്കും, കൈയുണ്ട്. ഉടനെ അവർ പറയുന്നതിനൊപ്പം എടുത്ത് കൈ വെക്കും. അത് കഴിയുമ്പോഴെങ്കിലും അവനെ വിളിച്ചു നിർത്തി പറയണ്ടേ, എന്നാ മണ്ടത്തരമാണ് നീ പറയുന്നത്? കൈയും കാലും ഇല്ലാതെയാണോ ഞങ്ങൾ വന്നത്? നീ ആരാധന എന്താന്ന് പഠിക്കടാ കൊച്ചനെന്ന് പറയണം. ആ ഊച്ചാൻ താടിക്കാരനില്ലേ, ഇവിടെ ആടിൻ്റെ താടി പോലെ ഒരു ഇച്ചിരി താടി വെച്ചേക്കുന്ന ചെറുക്കൻ, ആ ചെറുക്കനോട് പറയണം, നീ ആദ്യം ഈ കാര്യങ്ങൾ പഠിക്ക്, എന്നിട്ട് വന്ന് തുള്ളിപ്പിക്കാൻ വരാൻ പറ. പുതിയ നിയമസഭയിൽ ഇങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. പുതിയ നിയമസഭയിൽ ഒരേ ഒരു വർഷിപ്പ് ലീഡറേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ആരാധനയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാസ്റ്റർമാരുമല്ല, ശുശ്രൂഷകരാരുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. എന്നാൽ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പാകത്തിന് ദൈവമാക്കി വെച്ച ശുശ്രൂഷാ വൃന്ദമുണ്ട്. അതിൽ വർഷിപ്പ് ലീഡറോ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു തസ്തികയില്ല, ഒന്നുമില്ല. അവർക്ക് ആർക്കും പെർമിറ്റ് ഇല്ലെന്നേ ആ ഭാഗത്തേക്ക് പോലും വരാൻ. അതിന് ശുശ്രൂഷയ്ക്കായിട്ട് ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസൻ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലൊന്നും ആകരുത് കാര്യം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും നിയന്ത്രിക്കണം. ഒരു ചരടിൽ കോർത്തതുപോലെ, അതാണ് വിശുദ്ധന്മാരുടെ ആരാധനയിൽ സംഭവിക്കേണ്ടത്. ഒരു ചരടിൽ കോർത്തതുപോലെ ആരാധനയും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ ആരാധനയുടെ പ്രസംഗമായി മാറിപ്പോയത്, അതുകൊണ്ട് ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ഈ രണ്ട് കാര്യം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വെച്ചെന്ന് മാത്രം. അതിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. സമർപ്പിത ജീവിതമാണെങ്കിൽ അവിടെ നിന്ന് നുറുക്കിക്കോളും കേട്ടോ. ആരാധനയ്ക്കായിട്ട് നമ്മെ സജ്ജമാക്കും. നാം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ കാണുന്നില്ലാത്തതിൻ്റെ കാരണം പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും അവരാ സമർപ്പണാനുഭവത്തിലല്ല. കർത്തൃത്വം എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. കർത്തൃത്വം എന്ന് പറയുന്നൊരു ഗംഭീര വിഷയമാണ്. ആ വിഷയം ഞാൻ അപൂർവം പെന്തിക്കോസിൽ പ്രസംഗം കേട്ടിരിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗം ഞാൻ പെന്തക്കോസ് സമൂഹത്തിൻ്റെ ഇടയിൽ അപൂർവം കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തെ നയിക്കുന്നില്ല ആ വിഷയത്തിലേക്ക്. നമ്മളിവിടെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ ആ വിഷയം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരുവനെ രക്ഷാനുഭവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവന് പാപബോധം കൊടുക്കുന്നു. അവൻ്റെ കണ്ണ് തുറന്നു വരുമ്പോൾ അവൻ കാണുന്നത് രക്ഷകനെയാണ്. അവൻ്റെ ജീവിതത്തിൽ രക്ഷകനെ കണ്ടെത്തുകയാണ്, വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തുകയാണ്. അപ്പോൾ രക്ഷകനെ കണ്ടെത്തുന്നു. അവിടെ രക്ഷ തികച്ച സൗജന്യമാണല്ലോ. അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് വരുന്നു. രക്ഷാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് അവനെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്. അങ്ങനെ അടുത്ത പടികളിലേക്ക് അവനെ നടത്തുന്നതാണ് വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തി വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അത്യുന്നതൻ്റെ മന്ദിരമാകുവാൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ കണക്ഷനാണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യുകയാണ്. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ വളരെ സീരിയസാണ്, വലിയ സീരിയസായ വാക്യമാണ്. അതായത് നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷമാണ് വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ. സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സമ്മതിക്കേണ്ടതുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സ്നാനപ്പെടാൻ പാടുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും സ്നാനപ്പെടരുത്. നിങ്ങൾ ആ കർത്തൃത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ ചരട് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്നാനത്തിന് മുമ്പ് പിന്നെയും പറയുന്നത്, ബ്രദറെ തിരക്ക് കൂട്ടണ്ട, ഒന്നുകൂടെ ആലോചിക്ക്, ഇനി തിരിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ ഇനി അത് തിരിച്ചെടുക്കാവുന്ന കാര്യമൊന്നുമല്ല.
ഒരിക്കലായിട്ട് എന്നേക്കുമായി നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് പരമാർത്ഥമാണെങ്കിൽ അവൻ കർത്തൃത്വം ഏറ്റെടുക്കും. ആ കർത്തൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മെ പിന്നീട് അവിടെ നിന്ന് നിയന്ത്രിച്ചു തുടങ്ങും. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, രക്ഷയിൽ രക്ഷകനെ കണ്ടെത്തുന്നു. വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് 100 കൊല്ലം കഴിഞ്ഞല്ല, ഇമ്മീഡിയറ്റ് ആണ്. വലിയ താമസമില്ലാതെ വിശ്വാസ സ്നാനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടയവനായിട്ട്, നിയന്ത്രിതാവായിട്ട്, എല്ലാമായിട്ടും യേശു കർത്താവ് രംഗത്ത് വരികയാണ്. നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നാം മുൻ സീറ്റിൽ നിന്ന് പിൻ സീറ്റിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് മുൻ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മെ നയിക്കാൻ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു പതിപ്പാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു ബലിപീഠത്തിലേക്ക്. അങ്ങനെ ഒരു നല്ല ആഗ്രഹത്തോടെ, നല്ല മനസാക്ഷിയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവനെ അവിടെ നിന്ന് നുറുക്കുകയും പൊടിക്കുകയും ഒരുക്കുകയൊക്കെ ചെയ്യും ആരാധനയ്ക്കായിട്ട്. ഇത് പല ആംഗിളിൽ നിന്ന് പറയും നമ്മൾ. ഇപ്പം നമ്മൾ പറഞ്ഞത് ധൂപപീഠത്തിലേക്ക് സുഗന്ധവർഗമായി മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴാണ്. അതേസമയം വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വെളിപ്പെടാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസംഗികൾ വരും. ആ ഒലിവുകായിൽ ഇടികൾ വരും എന്ന് പറയുമല്ലോ. ആ ഒലിവുകായിൽ അങ്ങനെ ഇടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗികൾ വരുമ്പോൾ, അതിൽ നിന്ന് ഇറ്റിറ്റിറ്റ് ഊറി വരുന്ന, തുള്ളിയായി വരുന്ന ആ ഒലിവെണ്ണ കൊണ്ട് വേണം ഈ വിളക്ക് കത്തിക്കാനായിട്ട്. അവിടെയും പ്രസംഗിങ്ങിൻ്റെ അനുഭവങ്ങളൊക്കെയാണ് വരുന്നത്. അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സംസാരിച്ചു പോയപ്പോൾ ചില വാക്കുകൾ ഓപ്പണായിട്ട് പറഞ്ഞു. അതായത് ചില ശുശ്രൂഷകർ അവരുടെ രൂപവ്യത്യാസം വരുന്നതും, അവർ മുടി നട്ടുപിടിപ്പിക്കുന്നതും, ചിലർ കറുപ്പിക്കുന്നതും വെളുപ്പിക്കുന്നതും, ശുശ്രൂഷകർ, അവരുടെ ഭാര്യമാർ, പിന്നെ വിശ്വാസികൾ എല്ലാം ചേർത്ത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ചിന്ത വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്നെ ഓർമ്മിപ്പിച്ച്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്മളുടെ പ്രസംഗത്തിൽ ഇതിനൊന്നും പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല സംസാരിച്ചത്. മുടി കറുപ്പിക്കുകയോ വെളുപ്പിക്കുകയോ അതൊക്കെ നിങ്ങളുടെ സ്വകാര്യ കാര്യമാണ്. പക്ഷേ ദൈവസഭയിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് പറയാനുള്ള അവകാശവും അധികാരവും ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് അനുസരിക്കണോ വേണ്ടയോ, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണോ ചിട്ടപ്പെടുത്തണോ എന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത്. ബലപ്രയോഗങ്ങളൊന്നുമില്ല. പക്ഷെ ഒരാളെ പരിചയപ്പെടുത്തും. അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ തന്നെയാണ് പരിചയപ്പെടുന്നത്. ആ കർത്താവ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. താൻ എല്ലായ്പ്പോഴും തന്നെ അയച്ച പിതാവിനെ പ്രസാദിപ്പിച്ചെന്ന് നമ്മൾ യോഹന്നാനിൽ വായിച്ചതാണ്. താൻ എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചു. ഒരിക്കലും തൻ്റെ ഇഷ്ടം താൻ വെളിപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. പിതാവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു. അതെന്താ നമ്മളോട് പറയുന്നത്? നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം, നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഈ കൂടിവരവ് എന്തിനു വേണ്ടിയാ? ആ ഒരു കാര്യത്തിന് വേണ്ടിയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എന്നോട് സംസാരിച്ചു. ആ കൂട്ടത്തിൽ പല ശുശ്രൂഷകന്മാരും ഉണ്ട്. അപ്പോൾ ആ ശുശ്രൂഷകന്മാരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കാം. പാസ്റ്റർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പാസ്റ്ററുടെ കേൾവിക്കാരായ വിശ്വാസികൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു. നിങ്ങളോട് ആരോടും അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല. ഞാൻ അതിധൈര്യത്തോടെ അങ്ങ് പറഞ്ഞു. കൊരിന്ത്യരെക്കുറിച്ച് തീത്തോസിനോട് താൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തിമത്തിയോസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും ഒരു വിഘ്നം വരാതെ, കുഴപ്പം വരാതെ വണ്ണം നിങ്ങൾ ആ രീതി കൈകാര്യം ചെയ്യുന്നൊരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്. മാനം കളഞ്ഞില്ലെന്ന്. അതായത് കൊരിന്ത്യരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണെന്നുള്ളത് പറഞ്ഞു വെച്ചായിരുന്നു. അതിനനുസരിച്ച് അവർ പെരുമാറി എന്നുള്ളതാണ് വചനത്തിൽ കാണുന്നത്. അതുപോലെ ഞാൻ ആ ഉദ്ദേശിമാരോട് നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് അങ്ങ് പറഞ്ഞു കളഞ്ഞു. ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, അവരാ ഒരു സമർപ്പണാനുഭവത്തിലുള്ളവരാണ്, അവർക്ക് ആ ദാഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും അവർ ചില സന്ദേഹങ്ങൾ പറഞ്ഞു. നിങ്ങളെന്തിനാ ഈ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നത് എന്നൊക്കെ. അതിന് ഞാൻ മറുപടി പറഞ്ഞു. അതായത് അവരൊക്കെ ലോകത്തിലെ പല രാജ്യങ്ങളിലും വസിക്കുകയാണ്. ചിലർക്ക് കൂട്ടായ്മകൾ ലഭിക്കുന്നില്ല, ചിലർക്ക് കൂട്ടായ്മകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അവരാഗ്രഹിക്കുന്ന നിലയിലുള്ള വചനം ലഭിക്കുന്നവർ കുറവാണ്, തുച്ഛമാണ്. ചെറിയൊരു കൂട്ടത്തിന് മാത്രമായിരിക്കും അതിനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിനുള്ള സാധ്യത കുറവാണ്. തന്നെയല്ല, ഈ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം അവരെല്ലാം ബിസിയാണ്. ആഴ്ചയുടെ അവസാനത്തെ ഈ ഒരു സമയത്ത് മാത്രമാണ് അവരിൽ പലർക്കും പങ്കെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ സമയം അത് മാക്സിമം സംസാരിച്ചു കൊള്ളുക, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്ന മനസ്സോടുകൂടി അവരിയ്ക്കുക.
അപ്പോൾ പിന്നെ എനിക്ക് 3/4 മണിക്കൂർ കഴിഞ്ഞ് നിർത്തി പോകണമെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ. അല്ല, അവരുടെയൊക്കെ ഇടയിൽ അരമണിക്കൂറാണ് മാക്സിമം പ്രസംഗം, ഏറിയാൽ 45 മിനിറ്റ്. അരമണിക്കൂറാണ് സാധാരണഗതിയിലുള്ള പ്രസംഗം, ഏറിയാൽ 45 മിനിറ്റ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇരട്ടി സമയത്തേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് 2 മണിക്കൂറും കൂടെ പോയി. അപ്പോൾ അത്രയും സമയം നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ കേൾവിക്കാർക്ക് ബോറടിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ബോറടിക്കുന്നവർ പിന്നെ അവർ വരില്ലല്ലോ. ബോറടിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരൊന്നും വരുന്നില്ല. ബോറടിക്കാത്തവർ അവസാനം വരെ കാണുമായിരിക്കും. ഇനി ആർക്കൊക്കെ ബോറടിക്കോ, ഇങ്ങനെ കത്തുന്നതും പുകയുന്നതും ഈ ഓവനി പിടിച്ച് കയറ്റി വയ്ക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാൽ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊന്നും വലിയ പങ്ക് ആളുകളും കേട്ടിട്ടില്ല. നമ്മൾ ചില നൂജൻ ഉപദേശിമാർ, അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംസാരം തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോയത്. ശരിക്കും ക്രൂശിൻ്റെ ശത്രുക്കളുടെ കാര്യം തന്നെ ഈ പറയുന്നത്. പലരും ക്രൂശിൻ്റെ ശത്രുക്കളാണ്. കാരണം എന്താ? ക്രൂശിൻ്റെ മൊഴികളല്ലെന്നേ അവർ പ്രസംഗിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ക്രൂശല്ലേ. ബലിപീഠം വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ വെളിപ്പെടുന്നത്? ക്രൂശ് വെളിപ്പെട്ടെന്നല്ലേ. ആ ക്രൂശിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമല്ലേ പറയുന്നത്. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ ക്രൂശ് വെളിപ്പെട്ട് വരണം. അത് പ്രസംഗിക്കണം, അത് പഠിപ്പിക്കണം, അത് പറയണം. അത് പറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ പല വ്യക്തികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് അനേകർക്ക് ഈ വക കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല. ഈ വക കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. നമ്മളിന്ന് ഒരുമിച്ച് കൂടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. മധ്യകേരളത്തിൽ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം ശ്രീമാൻ തങ്കുവിൻ്റെ ഫെലോഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ്. താനും തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ച് ആ കൂട്ടായ്മയുമായി സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 6-7 മാസം മുൻപാണ് നമ്മളുടെ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കേൾക്കാനിടയായത്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് നിരന്തരമായി ഈ കാര്യങ്ങളിങ്ങനെ കേട്ടു പോകുന്നു. ഒട്ടുമുക്കാൽ പ്രസംഗങ്ങളും താനെ കേട്ടു. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രസംഗങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് തമ്മിലൊരു ബന്ധമില്ലെന്നുള്ളതാണ്. രണ്ടും തമ്മിലൊരു ബന്ധമില്ലെന്ന്, രണ്ടും തമ്മിലൊരു ചേർച്ചയില്ല. അവിടെ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നതുമായിട്ട് ഒരു ബന്ധം അവിടെയില്ല. അവിടെ മിക്കവാറും ഒക്കെയുള്ള പ്രസംഗങ്ങളിലുള്ളത് പത്രോസിൻ്റെ പടക് നിറച്ചു. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? രക്തസ്രാവക്കാരി സൗഖ്യമായി, ലാസർ ഉയർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ലേഖനങ്ങളിലൊക്കെയുള്ള ചില വാക്യങ്ങൾ എടുക്കും. കർത്താവ് യേശുക്രിസ്തു സമ്പന്നരായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കാര്യമൊക്കെ പറയും. അതൊക്കെ നമ്മെ സമ്പന്നരാക്കാനാണെന്നുള്ള കാര്യങ്ങളാണ് പറയാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. താൻ ഇന്ന് വലിയ സങ്കടത്തിലെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു നിലയെത്തി. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ. എന്തായാലും അത് ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ജീവൻ വേണമെങ്കിൽ തീപ്പൊയ്കെ പോയി പിടയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് പറഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ട കാര്യം നിങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെയുള്ളൊരു മനുഷ്യക്കുഞ്ഞു പോലും കേട്ടിട്ടില്ല. അവർക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അങ്ങനെയുള്ള ഒരു കാര്യം അവരാരും ഗ്രഹിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമ്മുടെ മുമ്പാകെ ദൈവം തൻ്റെ വചനത്തിൻ്റെ ഈ ആഴങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ. കഴിഞ്ഞ 2 ആഴ്ചയിൽ ഞാൻ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്നാ? ഈ വിഷയത്തിൽ നിങ്ങൾ നിൽക്കണം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇതിലേതെങ്കിലും ഭാഗത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വെളിപ്പെട്ട് വരണം. അതിൽ നിങ്ങൾ ഉറയ്ക്കണം. ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്ന് ഓർക്കുന്നില്ല. അതായത് പൊതുവായി പലരോടും ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രസിദ്ധനായ നല്ല നിലയിൽ ദൈവവചനം പറയുന്ന ഒരു ദൈവദാസൻ്റെ പ്രസംഗം കേൾക്കുന്ന ചില സഹോദരിമാരെ കുറിച്ച് എനിക്കറിയാം. അതായത് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെ അവർ ആ അദ്ദേഹം നല്ല പ്രസംഗകനാണ്, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അവർ കേൾക്കുന്ന അടുത്തൊരു പ്രസംഗകൻ എന്ന് പറയുന്നത്, പിന്നെ ഒരാളുടെ പ്രസംഗവും കൂടെ കേൾക്കുന്നൊരു കാര്യം പറയായിരുന്നു.
നമ്മളിവിടെ ഈ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ളത് അതൊന്നും ഒരിക്കലും കേൾക്കില്ലെന്ന് പറഞ്ഞു. കാരണം അതിനകത്തൊക്കെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളത് ഒരിക്കലും കേൾക്കില്ല, അതൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ആരുടെ പ്രസംഗം കേൾക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു, ജോയ്സ് മേയറിൻ്റെ പ്രസംഗമാണെന്ന് പറഞ്ഞു. ജോയ്സ് മേയർ ബെസ്റ്റ്, തിരക്കേടില്ല. അപ്പോൾ ആ പ്രസംഗത്തിൽ നിന്ന് പിന്നെ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയത്ത് അത് കേൾക്കും, അത് കഴിഞ്ഞാൽ ഇത് കേൾക്കും, ഇത് കേട്ടാൽ അത് കേൾക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ചില സഹോദരങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഇതുപോലെ ദൈവവചനം സത്യസന്ധമായി പറയുകയും ശരിയായ രീതിയിൽ പറയുകയൊക്കെ ചെയ്യുന്ന ചില ദൈവദാസന്മാർ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർ അമേരിക്കയിലുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും നേരിട്ട് അവരുമായിട്ടൊക്കെ സമ്പർക്കത്തിലിരിക്കുകയും അവരുടെ ഭവനങ്ങളിലൊക്കെ അവർ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാരാണ്. അവർ ശരിയായ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചവർ പറയായിരുന്നു, അതേസമയം തന്നെ ഈ അടുത്ത സമയത്ത് അവർ കേരളത്തിലുള്ള ഒരു ആളുടെ പ്രസംഗം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പേരും സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കറക്റ്റ് എനിക്ക് മനസ്സിലായി. ഒരു 15 വർഷം പുറകിൽ ആ മനുഷ്യനുമായിട്ട് എനിക്ക് പരിചയവും അടുപ്പവും ഉണ്ടായിരുന്ന അദ്ദേഹം തിരക്കേടില്ലാത്തൊരു നല്ല കള്ളപ്രവാചകനാണ്. ഇപ്പം ഈ പറയുന്ന വിഷയങ്ങളൊന്നും പുള്ളിക്ക് കത്തിയിട്ടുള്ള ആളല്ല. അവരെല്ലാം ഈ പത്രോസിൻ്റെ പടക് നിറയ്ക്കുന്ന ആൾക്കാരാണ്. പത്രോസിൻ്റെ പടക് നിറയ്ക്കുന്നത്. അപ്പം ഞാൻ വണ്ടടിച്ച് ഇരുന്ന് പോയത് എന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? വണ്ടടിച്ചു പോയ കാര്യം, അവരുമായി സമ്പർക്കത്തിലിരിക്കുന്ന ആദ്യത്തെ പാസ്റ്റർ എന്ന് പറയുന്നത് നല്ല വചന നിശ്ചയമുള്ള ആളും അദ്ദേഹം ഒരു സമർപ്പിതനായൊരു ദൈവദാസനാണ്. അദ്ദേഹമായിട്ട് ഇവർക്ക് സമ്പർക്കമുണ്ട്, പേഴ്സണൽ ബന്ധങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്. അവരുടെയൊക്കെ ഭവനങ്ങളിൽ ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇവർക്ക് ഇങ്ങനെ ഒരു പുള്ളിയായിട്ട് ബന്ധമുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി ദൂതൊക്കെ കേട്ടോണ്ടിരിക്കും അങ്ങേര് പറയുന്നത്. അങ്ങേര് എന്ത് ദൂതാ പറയുന്നതെന്ന് എനിക്ക് കൃത്യം അറിയാം സഹോദരങ്ങളെ. അങ്ങയുടെ രീതി എന്താണ്? അങ്ങേര് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു ഓട്ടക്കാലണ ഇല്ലായിരുന്നു കയ്യിൽ. ഇപ്പം വലിയ വില കൂടിയ കാറും വില കൂടിയ സംവിധാനങ്ങളൊക്കെ ആയി. കാരണം പ്രവചനം എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇറങ്ങി തിരിച്ചാൽ ജനം ധാരാളം വാരിക്കോരി കൊടുക്കും. വിശേഷിച്ച് വിദേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പറയുപോലും വേണ്ട. അവർക്ക് പിന്നെ അങ്ങനെ കണ്ണ് മൂക്കൊന്നുമില്ല കൊടുക്കുന്ന കാര്യത്തിൽ. അവർ ചുമ്മാ കൈ അയച്ച് കൊടുത്തു കളയും. അങ്ങനെ ഇവരെ കോടീശ്വരന്മാരാക്കും. എന്തെങ്കിലും ഗ്രാഹ്യം ഉണ്ടെങ്കിലാണല്ലോ ഈ വ്യക്തി എന്താ പറയുന്നത് പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. തിരുവല്ലായുടെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട ഒരു ദൈവദാസൻ, നല്ല നിലയിൽ ദൈവവചനം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആൾ പിന്നെ കേൾക്കുന്നത് ജോയ്സ് മേയറിൻ്റെ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞതോ അതാണ് ഏറ്റവും സീരിയസ്. അത് വലിയ സീരിയസാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് പറയാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്നറിയാവോ? ഇവിടെ ഒത്തിരി പേരിരുന്ന് സജിപ്പാസിൻ്റെ പ്രസംഗവും കേൾക്കുന്നുണ്ട്. പലരും വലിയ കമ്പനിയാണ് സജിപ്പാസ്റ്ററുമായിട്ട്. പിന്നെ സജിപ്പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരനെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. പക്ഷേ പിന്നീട് ആരെങ്കിലും ഒരാൾ പറയാമെന്ന് വിചാരിച്ചോ, ഇന്ന ആളുകൾ, ഇന്ന ആ കുടുംബക്കാർ, അവർ നമ്മുടെ ആ ബാംഗ്ലൂരിലുള്ള സജിപ്പാസിൻ്റെ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ മെസ്സേജുകളൊക്കെ കേൾക്കുന്ന പാർട്ടികളാണ്. പക്ഷേ അവർ ഇടയ്ക്ക് ബെന്നി ഹിൻ്റെയും കൂടെ കേൾക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജോയൽ ഓസ്റ്റിൻ്റെ കേൾക്കും, കെനത്ത് കോംലാൻഡിൻ്റെ കേൾക്കും, അല്ലെ വേറെ ഏതെങ്കിലും കറക്ക് കമ്പനിയുടെ പേര് കൂട്ടിക്കാൻ കൂടെ. അങ്ങനെ ഏതെങ്കിലും കറക്ക് കമ്പനികളൊക്കെ ആയിട്ട് ഇവർക്ക് സമ്പർക്കമുണ്ടെന്നോ കേൾവിയുണ്ടെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യത്തെ 2 പേരുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തു ഞാൻ ആ ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞതായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. അവരറിയുന്നില്ലല്ലോ ഈ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന പരിപാടി അവരറിയുന്നില്ല. അവർ നല്ല നിലയിലുള്ള ദൈവവചനം പറയുകയാണ്. ആ സമയത്ത് ജോയ്സ് മേയറിൻ്റെ പ്രസംഗം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ജോയ്സ് മേയർ എന്താ പറയുന്നത്? നിങ്ങൾ ഒരിക്കലും ഒരു പാപിയാണെന്ന് ചിന്തിക്കരുത്. പബ്ലിക്കിനോട് പറയുന്ന നിങ്ങളൊരു പാപിയല്ല, നിങ്ങളുടെ ആ തിങ്കിങ് പാറ്റേണൊക്കെ മാറ്റണം, നിങ്ങൾ പാപിയല്ല, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. നമ്മുടെ ഭാഗത്ത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചാലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. സാത്താൻ നിങ്ങളോട് പറയും നിങ്ങൾ പാപിയാണെന്ന്, നിങ്ങൾ തെറ്റിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആ പ്രസംഗത്തിൻ്റെ കാര്യം ഇപ്പോൾ അത്രയും ഓർക്കുന്നില്ല. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതാണ് ആ കാര്യം. എനിവേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുന്നറിയിപ്പാണ് കേട്ടോ ഞാൻ ഈ തന്നത്.
ഇതൊരു മുന്നറിയിപ്പാണ്. എന്തിനാണെന്നറിയാവോ? പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടും ഇത്രയും ഗഹനമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ, ആരും പോകുന്നല്ല പറഞ്ഞത്, ഞാനിവിടെ 2 ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ അവരുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ എടുത്ത ചുവടുകൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. നാളെ ഇത് എനിക്കും സംഭവിക്കാം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നുള്ളതാണ്. അതാണ് പറയാനുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, അതിനിടയിൽ ഞാൻ 1 മണിക്കൂർ മുമ്പ് സംസാരിച്ച ആ മനുഷ്യനെ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. അദ്ദേഹം കുടുംബമായിട്ട് ഈ വിശ്വാസ വഴിയിലേക്ക് വന്നു. അതുപോലെ തന്നെ വേറൊരു സഹോദരനുമായിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു സഹോദരനുമായിട്ട്, അതും തങ്കുവിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ആ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ചു തങ്കുവിൻ്റെ കൂട്ടായ്മയിലുള്ളൊരു പെൺകുട്ടിയായിട്ട്. ആ പെൺകുട്ടിയുടെ കുടുംബം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ മർത്തോമയിലേക്ക് പോയി. ആ കുടുംബം മർത്തോമയിലേക്ക് പോയി. അവർക്കിവിടെ വലിയ താല്പര്യമില്ല, പക്ഷെ കല്യാണം നടത്താൻ തയ്യാറാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വാക്ക് പറഞ്ഞു പോയില്ലേ, എന്താ അതിനൊക്കെ മറുപടി പറയുക? മർത്തോമയിലേക്ക് പോയി എന്ന് ഓർത്ത് ഇവരും എന്തെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണോ? ഇവരും രക്ഷിക്കപ്പെട്ടതല്ല, അവരും രക്ഷിക്കപ്പെട്ടതല്ല. ഇവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തൽക്ഷണം തീരുമാനങ്ങൾ വരില്ലേ? എന്താ തീരുമാനങ്ങൾ വരാത്തത്? ഇവർ ആടി തൂങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇതൊന്നും രക്ഷിക്കപ്പെട്ട അനുഭവമല്ല. പല കാരണമൊന്നും ഞാൻ പറയുന്നില്ല. അവർ പിന്നീട് ഈ പ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് വിഷമം വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ ഓർത്തഡോക്സും മർത്തോമയും യാക്കോബയും ഒക്കെ വിട്ടിറങ്ങി വരുന്നു, ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെല്ലുന്നു, ചില ഡെലിവറൻസുകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ചില പ്രത്യേകതരം ഡെലിവറൻസുകൾ കിട്ടുന്നു എന്ന്. അങ്ങനെ ആ ഡെലിവറൻസുകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഭാഗ്യാവസ്ഥ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഭാഗ്യാവസ്ഥ എന്താ? വാസ്തവമായും പാപബോധം വന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള അവസരം ജീവിതത്തിൽ ലഭിച്ചു. അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ മുന്നോട്ട് വന്ന് വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തൻ്റെ വചനം വെളിപ്പെടുത്തി തരുന്നു. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ വെളിപ്പെടുത്തി തരുന്നത്. എന്നിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ തന്നെയും എനിക്കും അതൊരു അനുഗ്രഹമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ മിടുക്കുകൊണ്ടല്ലോ പറയുന്നത്, കൃപയാൽ ലഭിക്കപ്പെട്ട ബോധ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്, കൃപയാൽ ലഭിക്കപ്പെട്ട ബോധ്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കാര്യങ്ങളോട് ചേർത്ത് 1-2 കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അതിന് മുൻപുള്ള ആഴ്ചകളിൽ പറയാൻ ഞാൻ പെൻഡിങ് വെച്ച ചില കാര്യങ്ങളുണ്ട്, അതും പൂരിപ്പിക്കാനുണ്ട്. അതായത് സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വീണ്ടും ആ ടാബർനാക്കലിൻ്റെ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അതായത് എന്തുകൊണ്ടാണ് ടാബർനാക്കലിൻ്റെ പിക്ചർ വെച്ചതെന്ന് മനസ്സിലായോ? ടാബർനാക്കൽ എന്ന് പറയുന്നത് നമുക്ക് നിഴലായതുകൊണ്ടാണ്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് നമുക്ക് നിഴലാണ്. നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. നമുക്ക് മുൻപ് ദൈവത്തിൻ്റെ മന്ദിരമായിരുന്നൊരു കാര്യം സമാഗമന കൂടാരമായിരുന്നു. ഇന്ന് അതില്ല, അതൊക്കെ ചുരുട്ടി വെച്ച് കഴിഞ്ഞു. ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ല. ഇന്ന് കൈപ്പണിയായ ഒരു കെട്ടിടങ്ങളും ദൈവത്തിൻ്റെ മന്ദിരം എന്ന നിലയിൽ ഇല്ല. ഇന്ന് നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഇത് പറയുമ്പോൾ ഇന്ന് എനിക്ക് ഒരു ദൈവദാസൻ അയച്ചു തന്ന ഒരു ന്യൂസ്, ആ ന്യൂസ് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ന്യൂസിൽ ഇത്രയേ ഉള്ളൂ: ബീഹാറിൽ ആരാധനാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ്. ഗുഡ് ന്യൂസിലോ മറ്റോ വന്നതാണ്. ഇപ്പം നിങ്ങളിൽ പലർക്കും അതൊക്കെ കിട്ടിക്കാണും, നിങ്ങളൊക്കെ വായിച്ചു കാണും. അപ്പം ഞാൻ അന്തിച്ചു പോയി. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ളൊരു മാഗസീനാണ്, പെറ്റക്കോസുകാരുടെ ഇടയിലുള്ളത്. അവർ പറയുന്നത് ആരാധനാലയങ്ങൾ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ മനുഷ്യരെ കത്തിച്ചു കളഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. പെറ്റക്കോസുകാരെ കേൾക്കുന്നുണ്ടോ? ബീഹാറിൽ ആരാധനാലയങ്ങൾ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ബീഹാറിൽ മനുഷ്യരെ കത്തിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അവിടെ മനുഷ്യരെ ഒന്നും കത്തിച്ചു കളഞ്ഞില്ല. കത്തിച്ചു കളഞ്ഞത് ഏതോ ഷെഡോ ആസ്പെറ്റോസോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സംവിധാനത്തിലുണ്ടാക്കിയ കെട്ടിടമാണ് കത്തിച്ചു കളഞ്ഞത്. അതിനെയാണ് ഇവർ പറഞ്ഞത് ആരാധനാലയം കത്തിച്ചു കളഞ്ഞെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പെന്തിക്കോസ് ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് നിങ്ങളുടെ നടുവിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തറവായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്.
തറവായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. പഴയ നിയമത്തിലായിരുന്നു ആരാധനാലയം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട നിലയിലുള്ള കെട്ടിടങ്ങൾ. ഇന്ന് പൊതു നിയമത്തിൽ ഒരു കെട്ടിടവും ആരാധനാലയമല്ല. വളരെ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു മാഗസീൻ എഴുതി വെച്ചിരിക്കുകയാണ് ആരാധനാലയം കത്തിച്ചു കളഞ്ഞത്. അതേസമയം പ്രാർത്ഥനാഭവൻ കത്തിച്ചു എന്ന് പറഞ്ഞാൽ രസമുണ്ട്. പ്രാർത്ഥനാലയം കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സംവിധാനം കത്തിച്ചു കളഞ്ഞു. അത് മനസ്സിലാക്കാം. അത് നമ്മളെ അറിയിക്കുന്നു. ആരാധനാലയം എങ്ങനെയാണ് കത്തിക്കുന്നത്? ആരാധനാലയം ബീഹാറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആരാധനാലയങ്ങൾ. ആരാധനാലയം നാമാണ്, ഈ ആലയത്തിലെ പുരോഹിതൻ നാമാണ്, ഇതിലെ ബലിമൃഗം നാമാണ്, ഇതെല്ലാം നാം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്പൂർണ്ണമായ ഒരു ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ ബീഹാറിലെ അവസ്ഥ. എൻ്റെ ദൈവമേ, ബീഹാറിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഒക്കെ വേല ചെയ്യുന്ന ദൈവദാസന്മാരിത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കോപം വരും. ഞാൻ അവരെ ആരെയും ഉദ്ദേശിച്ചല്ല. പൊതുവിൽ നമ്മുടെ മിഷൻ ഫീൽഡുകളെ അറിയാവുന്നത് കൊണ്ടും വളരെ കാലമായി ഇതിനിടയിലൂടെയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. ബീഹാറിലുള്ളവരോടും ഈ കാര്യം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാസങ്ങളെടുക്കും. ഒറ്റയടിക്ക് പഠിക്കില്ല. മലയാളികളോട് പറഞ്ഞിട്ട് തന്നെ ഇത് തന്നെ പിന്നെയും പറയേണ്ടി വരുന്നു. അപ്പം ബീഹാറിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരെ കൂടുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. വിടുതലിൻ്റെ കാര്യമൊക്കെ കുറച്ച് പറഞ്ഞാൽ മതി. ഈ വക കാര്യങ്ങൾ നല്ല രീതിയിൽ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ബീഹാറിലും ഒറീസയിലും പിന്നെ ബംഗാളിലും ഉള്ളവരൊക്കെ ഈ ശരിയായ പാതയിലേക്ക് വരില്ലേ? വിശ്വാസ വീരന്മാർ ആ നാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരില്ലേ? ഉപദേശ വിഷയങ്ങൾ ഗ്രാഹ്യമുള്ളവർ എഴുന്നേറ്റ് വരില്ലേ? അപ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചയെ ഞാൻ പറഞ്ഞത്. ബീഹാറിൽ ആരാധനാലയം കത്തിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് ദഹിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ പറഞ്ഞല്ലോ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അതായത് അവിടെ കടന്നു വരുമ്പോൾ കാണുന്ന വിളക്കെന്ന് പറയുന്നത് നിർമ്മലമായ തങ്കത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മലമായ തങ്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിളക്ക്. അതുപോലെ ആ മേശമേൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അപ്പത്തിന് മീതെ നിർമ്മലമായ കുന്തിരിക്കമാണ് അതിന് മുകളിൽ വയ്ക്കുന്നത്. ധൂപപീഠത്തിലേക്ക് വരുമ്പോൾ നിർമ്മലമായ സാമ്പ്രാണിയാണ് അവിടെ പൊടിച്ചു ചേർത്തിരിക്കുന്നത് കത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ നിർമ്മലമായ ധൂപവർഗ്ഗം എന്നും വായിക്കാം. നിർമ്മലമായ സാമ്പ്രാണി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിർമ്മലമാണ്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കോറായിട്ടുള്ള കാര്യം, നമ്മൾ ഏറ്റവും സീരിയസ് ആയി എടുക്കുന്ന വിഷയം മനസ്സിലാക്കുക. ശരീരത്തിൻ്റെ സമർപ്പണമാണ്, സമ്പൂർണ്ണമായ സമർപ്പണമാണ്. നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനൊരു കാഴ്ച കൺമുമ്പിൽ വന്നത്. അതും കൂടെ ഞാൻ പങ്കുവെച്ചതാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബലിപീഠം എന്ന് പറയുന്നത് സമർപ്പിത ജീവിതത്തെ കാണിക്കുന്നു, ധൂപപീഠം എന്ന് പറയുന്നത് ആരാധന ജീവിതത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളവരും ഇവിടെ ഉണ്ടാകുമായിരിക്കാം. എങ്കിലും പുതുതായി കേൾക്കുന്നവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി പറയുകയാണ്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യത്തിലും നിർമ്മലമായ വസ്തുക്കളെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നിർമ്മലമാണ്. അതേസമയം നമ്മെ സംബന്ധിച്ച് സംസാരിച്ചു വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 2-ാം വാക്യം, അതെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വിളിച്ചിരിക്കുന്ന നിർമ്മല കന്യക എന്നുള്ള നിലയിലാണ്. നിർമ്മല കന്യക എന്നുള്ള കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു വിഷയം എൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അടുത്ത ദിവസം ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിട്ട് ആ വിഷയം ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊട്ടാരക്കരയിലെ പ്രസിദ്ധനായ ഉപദേശി ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേട്ടു. അതായത് ഈ 10 കന്യകമാരോടുള്ള ബന്ധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം വിശദീകരണമല്ല, പൊതുവിൽ പെന്തിക്കോസ് ലോകത്തിൻ്റെ ഒരു വിശദീകരണമാണ്. 10 കന്യകമാരുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വിളക്കിൽ എണ്ണയില്ല, എണ്ണ പരിശുദ്ധാത്മാവാണ് എന്നൊക്കെയുള്ള നിലയിൽ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോയത് കേട്ടു. അപ്പം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ആ ഒരു ഭാഗം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വളരെ പ്രസിദ്ധരായ പലരും ഈ അടുത്ത സമയത്ത് കാടയുമായി ബന്ധപ്പെട്ട് യഹോവയായ ദൈവം നമുക്ക് കാടയെ തരുമെന്നുള്ള പ്രസംഗങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടു. അപ്പോൾ അത് ചിലരൊക്കെ എന്നോട് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താ ദൈവം കാട തന്നില്ലേ, മാംസം ചോദിച്ചപ്പോൾ മാംസം തന്നില്ലേ എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഒരു രത്നച്ചുരുക്കം പിടികിട്ടിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി.
രത്നച്ചുരുക്കം പിടികിട്ടിയവർക്ക് ആ കാര്യം അങ്ങനെ ചോദിക്കാനിടയില്ല. അങ്ങനെ 1, 2, 3 പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. നിശ്ചയമായ ഒരു വിശദീകരണം ആവശ്യമാണ്. ചിലപ്പോൾ ഇരിക്കുന്ന 10 പേർക്കും അറിയാമായിരിക്കാം, അല്ലെ 20 പേർക്കും അറിയാമായിരിക്കാം. 2, 3 പേർക്ക് അറിയില്ലെങ്കിൽ അവർക്കൊരു വിശദീകരണം ആവശ്യമാണ്. അത് ഇതിനിടയിൽ ഞാൻ പറയുന്നില്ല. അടുത്ത ദിവസം അതൊരു സ്പെഷ്യലായിട്ടൊരു മീറ്റിങ്ങിൽ 10 കന്യകമാരെയും നമുക്ക് രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മന്നയും കാടയും, പണ്ട് ഞാൻ മന്നയും കാടയും കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അത് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. വിശദമായ പ്രസംഗങ്ങളിലേക്ക് അന്നൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഇനി അത് ഒന്നുകൂടെ ഈ ഒരു പുതിയ തലമുറ, അന്നത്തെ കേൾവിക്കാരല്ലോ ഇന്നത്തെ കേൾവിക്കാർ, 10-15 വർഷം മുമ്പ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ആ ആളുകളല്ലോ കേൾക്കുന്നത്. ഒത്തിരി പേര് പുതുതായി കേൾക്കുന്നില്ലേ? അവർക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി ആ കാര്യം പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വായിച്ച വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നത് നിർമ്മല കന്യക എന്ന നിലയിലാണ്. നിർമ്മല കന്യക എന്ന നിലയിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലരായ നമ്മെ ഒരു ശരീരസ്ഥരെന്ന നിലയിൽ, ഏക ശരീരസ്ഥരെന്ന നിലയിലേക്ക് പണിതൊരുക്കി കൊണ്ടുവരേണ്ടതുണ്ട്. നിർമ്മല കന്യക എന്ന നിലയിലേക്ക്. അപ്പോൾ ആ നിർമ്മല കന്യകയെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിർമ്മല കന്യക എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നിർമ്മല കന്യകയുടെ മുമ്പിൽ നിഴലെന്ന നിലയിൽ സമാഗമന കൂടാരത്തിൻ്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതേ കാര്യം തന്നെ ക്രിസ്തുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അസൽ നിഴലാണ് സമാഗമന കൂടാരം. അതുകൊണ്ട് നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. അവരിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ അവരെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന്. അവൻ നിർമ്മലനായിരിക്കുന്നു. ഇപ്പോൾ പഠനം വന്ന് നിൽക്കുന്നത് കണ്ടോ? ക്രിസ്തു നിർമ്മലനായിരിക്കുന്നു സമ്പൂർണമായും. എല്ലാ മുക്കും മൂല അരിച്ചു പറക്കി നോക്കിക്കഴിഞ്ഞാൽ അവൻ നിർമ്മലനായിരിക്കുന്നു എന്ന് തന്നെ തീർത്തു പറയാം. അതൊറ്റ വാക്കിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സമാഗമന കൂടാരത്തിലേക്ക് വന്നപ്പോൾ അത് പലതിനും ചേർത്തങ്ങ് പറയുകയാണ്. വിളക്ക് നിർമ്മലമായ തങ്കത്തിലുണ്ടാക്കുന്നു, മേശമേലിരിക്കുന്ന അപ്പത്തിന് മുകളിൽ നിർമ്മലമായ കുന്തിരിക്കം വയ്ക്കുന്നു, ധൂപപീഠത്തിൽ നിർമ്മലമായ സാമ്പ്രാണി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ വസ്തുക്കളെല്ലാം നിർമ്മലമാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് ഉപയോഗിക്കും, മോസ്റ്റ് ഹോളി, അതിവിശുദ്ധം. അതിലെ ഉപകരണങ്ങളെല്ലാം അതിവിശുദ്ധമാണ്. ആ കാര്യങ്ങളെല്ലാം നിർമ്മലമാണ്, അതിവിശുദ്ധമാണ്. ഇങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതല്ലേ എന്തിനാണ് വിശുദ്ധന്മാരെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്? അത് ഓർമ്മിപ്പിക്കുന്നതിന് കാരണമുണ്ട് സഹോദരങ്ങളെ. ഒരു വലിയ ഷിഫ്റ്റ് നടന്നു. അത് മനസ്സിലാക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന എപ്പിസ്കോപ്പൽ സഭക്കാർ, പിന്നീട് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർ, അതുപോലെ കണ്ണടഞ്ഞു പോയ പെന്തിക്കോസ്തുകാരും. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? ബഹുഭൂരിപക്ഷം വരുന്ന എപ്പിസ്കോപ്പൽ സഭക്കാർ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത്, ആ കൂട്ടത്തിൽ കണ്ണടഞ്ഞു പോയ പെന്തിക്കോസ്തു. ഇവർക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം, അതാണ് ഞാൻ ബീഹാറിലെ ദൈവാലയം കത്തിച്ച കാര്യം പറഞ്ഞത്. അവരുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ് അത് ദൈവാലയം കത്തിച്ചു എന്നുള്ള നിലയിൽ എഴുതി വെച്ചത്. നോക്കണം, പഴയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെയേ ഉള്ളൂ ഈ പറയപ്പെടുന്ന അക്ഷരികമായ ദൈവാലയങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ദൈവാലയം ഇല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളുമാണ് ദൈവാലയം. അപ്പോൾ ആ ദൈവാലയത്തിൽ പഴയ നിയമത്തിൽ ഈ പഴയ നിയമ പുസ്തകം മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്തിനാ? പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഒരു പുതിയ നിയമ ക്രിസ്തീയ ജീവിതം ഭംഗിയായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജയകരമായി നടത്താൻ കഴിയുള്ളൂ. അതിനാണത് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഈ കൂടാരത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിർമ്മലമായ കാര്യങ്ങൾ കൊണ്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാം നിർമ്മലമാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. അതുപോലെ ആ ഉപകരണങ്ങളെല്ലാം മോസ്റ്റ് ഹോളിയാണ്, അതിവിശുദ്ധമാണ്. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനത്തെ വാക്യങ്ങളുണ്ട്. അതുപോലെ ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. സംഖ്യാപുസ്തകം 4:4. അതായത് സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കെഹാത്യരുടെ വേല. നമുക്കറിയാം, ലേവിക്ക് 3 മക്കളാണ്. 3 പേരുടെ പേര് ഓർത്തിരുന്നാൽ നല്ലതാണ്. നന്നായിട്ട് ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ ഓർത്തിരിക്കണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പേരൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഓർത്തിരുന്നാൽ ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് സന്തോഷമായിരിക്കും നിങ്ങളതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മൂത്തയാളാരാണ്, ഇളയാളാരാണ്, അതിന് നടുക്കുള്ള ആളാരാണെന്നൊക്കെ മനസ്സിലാവും. നടുക്കുള്ള ആളാണ് കെഹാത്ത്. കെഹാത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള അതിവിശുദ്ധമായ കാര്യങ്ങളെയൊക്കെ ചുമക്കുക എന്നുള്ളതാണ്. അതിവിശുദ്ധമായ കാര്യങ്ങൾ അകത്തുള്ളതെല്ലാം നിർമ്മലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു വാക്ക് പറഞ്ഞു അതിവിശുദ്ധമാണെന്ന്, അല്ലേ? അകത്തുള്ളതെല്ലാം നിർമ്മലമാണ്, അതിവിശുദ്ധമാണ് എല്ലാ കാര്യങ്ങളും. അത് കൈകാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഇവരും വിശുദ്ധരായിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അവരും വിശുദ്ധരായിരിക്കണം. അപ്പം നമ്മൾ
മുടി വെച്ചു പിടിപ്പിക്കുന്നതും മുടി കറുപ്പിക്കുന്നതും വേറെ ഏടാകൂടങ്ങളൊക്കെ പറഞ്ഞാണ് ഗഹനമായ കാര്യത്തിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ 2-3 ആഴ്ചത്തെ പ്രസംഗമൊന്നും മറന്നു പോകണ്ട, അതെല്ലാം ഓർമ്മയിലിരിക്കട്ടെ, അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെയാണ് കൊരിന്ത് ലേഖനത്തിലെ വാക്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി. അങ്ങനെ വിളിക്കപ്പെട്ട നമുക്ക് ഇഷ്ടമുള്ള പോലെ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഞാനിവിടെ പറയാനും തറപ്പിക്കാനും ഉറപ്പിക്കാനും ശ്രമിക്കുന്നത്. അല്ലാതെ ഇത്രയും നീട്ടിപ്പരത്തിയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നാണ് വിചാരിച്ചത്? നമ്മൾ ശേഷം മനുഷ്യരെ പോലെ അങ്ങനെ നടക്കാൻ പറ്റുന്നവരല്ല. അങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിൽ ചേരുന്നില്ല? നിങ്ങളെ ആരും ചങ്ങലയ്ക്ക് കെട്ടിയൊന്നും ഇവിടെ ഇട്ടിട്ടില്ലല്ലോ. അവിടെ വാതിലുകൾ അവർ തുറന്നിട്ടിരിക്കുക. അവിടെ വെൽക്കം എന്നുള്ള ബോർഡ് ഇങ്ങനെ തെളിഞ്ഞ് മിന്നിക്കൊണ്ടിരിക്കുക. കോട്ടയത്തും അടൂരും കൊട്ടാരക്കരയിലൊക്കെ എത്രയോ പേര് അതിനകത്ത് പോയി കയറുന്നതെന്നറിയാവോ? ആ കൂട്ടത്തിൽ പോയി കയറണം. എന്തായാലും അവിടെ ഒത്തിരി മനുഷ്യരുണ്ടല്ലോ. നമ്മുടെ ഈ മറ്റു കൂട്ടായ്മകളിലെ പോലെ 25 പേര്, 50 പേര്, 10 പേര്, 20 പേര് അങ്ങനെയൊന്നും അല്ലല്ലോ. അവിടെ എല്ലാം 1000, 2000, 3000 പേരുണ്ട്. നിശ്ചയമായി അതിനകത്ത് പോയി കയറണം. അതിനകത്ത് പോയി കയറാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഇതാ കേട്ടോ, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നാമും നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നാമും നമ്മെ തന്നെ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. ദൈവസഭയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പ്രസംഗിക്കുകയുള്ളൂ. അല്ലാതെ പത്രോസിൻ്റെ പടകിൽ മീൻ നിറച്ചു, പത്രോസ് അത് കണ്ട് കോരിത്തിരിച്ചു, അതൊന്നും ഇവിടെ കിട്ടില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇവിടുത്തെ പ്രസംഗകന് അറിയാം 5 മിനിറ്റ് കഴിഞ്ഞ് പത്രോസ് അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് കർത്താവിൻ്റെ പുറകെ പോയിന്ന്. ആ കാര്യം പ്രസംഗിക്കില്ല. ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രസംഗിക്കുന്നവരാണ്. നമ്മളങ്ങനെ അടർത്താൻ പ്ലാനുള്ളവരല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ അവരുടെയൊക്കെ ഇടയിലുള്ള മണ്ടത്തരങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, ജനത്തിൻ്റെ കണ്ണ് തുറക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ധാരാളം അവസരങ്ങൾ ജനത്തിന് കിട്ടുന്നുണ്ട് കണ്ണ് തുറക്കാനായിട്ട്, പക്ഷെ ആരും കണ്ണ് തുറന്നു വരുന്നില്ല. ഈ അടുത്തിടയ്ക്ക് അവരുടെ ഇടയിലുള്ള ഒരു വിരുദ്ധൻ, ഞാൻ ഈ വിഷയത്തിലേക്ക് കയറി വന്നോളാം, എന്നാലൊരു വാക്ക് പറയാം. ഈ അടുത്തിടയ്ക്ക് അവരുടെ ഇടയിലുള്ള ഒരു വിരുദ്ധൻ മരിച്ച ആളുകളെല്ലാം ഉയർപ്പിക്കാനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുക. അവരുടെ ഇടയിൽ തന്നെയുള്ളൊരു യൗവനക്കാരൻ മരിച്ചു. ആ മരിച്ചയാളെ ഉയർപ്പിക്കാനായിട്ട് ഇവർ നോക്കി, വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, പല കാര്യങ്ങളും പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിട്ടും ആൾ ഉയർത്തില്ല. അപ്പോൾ അതിനെന്തൊക്കെയോ ന്യായീകരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെ ധാരാളം പേര് എതിർത്തവരെ എല്ലാം പരീശന്മാരാക്കുക. എതിർത്താൽ ആ ആളുകളെല്ലാം എന്താക്കുക? പരീശനാക്കുക. പരീശൻ എന്ന് പറഞ്ഞാൽ എന്തോ ചീഞ്ഞ സംഭവം പോലെയാണ്. പരീശന്മാരുടെ തുടക്കമൊക്കെ നല്ല നിലയിലായിരുന്നു സഹോദരങ്ങളെ. അവർ ഉപദേശത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ബ്യൂറോയുടെ രംഗത്ത് വന്നവരാ. പിന്നീട് ട്രാക്കി മാറിപ്പോയി, മനസാക്ഷി ചൂടുപിടിച്ച് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ തുടക്കം നല്ല നിലയിലായിരുന്നു. അപ്പോൾ ഉപദേശത്തെക്കുറിച്ചോ ചട്ടത്തെക്കുറിച്ചോ പ്രമാണത്തെക്കുറിച്ചോ പറയുന്നവരെല്ലാം പൊതുവെ വിളിക്കുന്നതാണ് പരീശൻ എന്നുള്ളത്. പൗലോസ് നല്ലൊരു ഉപദേഷ്ടാവായിരുന്ന വചനത്തിൽ പറയുന്നത്. അപ്പോൾ പുള്ളിനെ ഇവർ കണ്ടു കഴിഞ്ഞാൽ പരീശൻ എന്ന് വിളിക്കുമോ? ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പൗലോസ് അത് അംഗീകരിക്കില്ല. ഉടനെ താൻ പരീശനായതുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പറയുമോ? എനിവേ, എനിക്ക് ഇവരോടൊക്കെ സഹതാപം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് തബീതയെ ഉയർപ്പിച്ചെന്നാണ് പറയുന്നത്. കൊള്ളാം, പത്രോസ് തബീതയെ ഉയർപ്പിച്ചു. അതുകൊണ്ട് എന്നാൽ പത്രോസിൻ്റെ സന്തത സഹചാരിയായിരുന്ന, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ് മരിച്ചു ഹെരോദാവിൻ്റെ വാളിനാൽ. എന്നിട്ട് എന്താ പത്രോസ് ഉയർപ്പിക്കാഞ്ഞേ? തബീതയെ ഉയർപ്പിച്ച പത്രോസ് എന്തുകൊണ്ടാണ് തൻ്റെ കൂട്ടു സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് വെട്ടിക്കൊന്നു? നിശ്ചയമായും അവിടെ ഒരു ഉയർപ്പിൻ്റെ ശുശ്രൂഷ നടക്കണ്ടേ? അല്ലേ? 3 തൂണുകളാണ്, അതിലൊരു തൂണാണ് പോകുന്നത്. തൂണ് പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ പത്രോസ് നിശ്ചയമായും എന്ത് ചെയ്യണം? യാക്കോബിനെ ഉയർപ്പിക്കണം. എന്നിട്ട് യാക്കോബിനെ ഉയർപ്പിച്ചോ? ഇനി യാക്കോബിന് മുമ്പോ ദൈവസഭയിലെ ഏറ്റവും ജ്വലിക്കുന്നൊരു നക്ഷത്രമായിരുന്ന സ്തേഫാനോസ് വീണ് പിടഞ്ഞു മരിച്ചു. എന്നിട്ട് സ്തേഫാനോസിനെ ഇവർ 12 അപ്പോസ്തലന്മാരോട് രംഗത്തുണ്ടല്ലോ. ഇവർക്ക് അധികാരം കിട്ടിയെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന, നിങ്ങൾക്കറിയാം, നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. സങ്കടകരമായ കാര്യമാണ് പറയുന്നത്. ആ വാക്യമൊക്കെ എടുത്തോണ്ടാണ് വരുന്നത്. മത്തായി 10:8. 12 വരെ തിരഞ്ഞെടുത്ത് 3.5 വർഷത്തിൻ്റെ തുടക്ക സമയത്ത് കമ്മീഷൻ ചെയ്ത് അയക്കുന്നില്ലേ? ദൈവരാജ്യം സമീപിച്ചെന്ന് പറയുക, ഭൂതങ്ങളെ പുറത്താക്കുക, പിന്നെ എന്താ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക, രോഗികളെ സൗഖ്യമാക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ടത്. യേശുവിൻ്റെ നാമത്തിൽ പോയി ചെയ്തോളാനാണ് പറഞ്ഞ്.
അന്ന് അവരാരും അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ല. നമ്മളീ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ നിലയിൽ ആരംഭിച്ചിട്ടില്ല. അവർ യേശുവിൻ്റെ നാമത്തിൽ പോയി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അവർ പറഞ്ഞു, ഓ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? ഇതിലൊന്നും വലിയ കാമ്പും കഴമ്പൊന്നുമില്ല, ഇതൊന്നും അല്ല കാര്യം, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി തോർത്ത് സന്തോഷിച്ചോളാൻ, അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നീട് കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴല്ലേ പറയുന്നത്, അതായത് തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ആ ഒരു പീരീഡിൽ, സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ആ ഒരു സമയത്ത് അവരോട് പറയാണ്, നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വാങ്ങിപ്പോകരുത്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണമെന്ന്. ആയതിനാ ദൈവരാജ്യം സമീപിച്ചെന്ന് പ്രസംഗിച്ച് നടന്നത് അവസാനിച്ചു. ഇനി ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകണം. അതിന് ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. ആത്മബലത്തോട് പോയി സാത്താൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കണം. കെട്ടപ്പെട്ട കഴുതകളെ അഴിച്ചുകൊണ്ട് വരണം. ജീവിതങ്ങളെ പണിതൊരുക്കണം. അവരെ എൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റണം. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. പക്ഷേ ഇത് ഗ്രഹിക്കണമെങ്കിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിലേ പറ്റൂ. ഈ നൂജൻ കുഞ്ഞാടുകളിലൊന്നും യഥാർത്ഥ പരിശുദ്ധാത്മാവല്ല പരിവർത്തിക്കുന്നതെന്നുള്ളത് സാമാന്യ ജനത്തിന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. രക്ഷപ്പെടണമെങ്കിൽ പെട്ടോ, ഇത്ര തുറന്നാണ് സംസാരിക്കുന്നത്. പൊതുവെ ആരും അങ്ങനെ പറയാറില്ല. പക്ഷേ നിങ്ങളുടെ ആത്മാവിന് വിലയുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ തുറന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും കിട്ടില്ല, സങ്കടമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുടന്മാരായ വഴികാട്ടികളുടെ ഒന്നും കൂടെ സഞ്ചരിക്കരുത്. മത്തായി 10:8 വരികയാണ്, ഞങ്ങൾ മരിച്ചവരെ ഓർപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ്. അതേസമയം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താ? ഗഹനമായ കാര്യങ്ങളാണ്. ഒരു സമർപ്പിത ജീവിതം, അതിൽ നിന്നൊരു ആരാധനാ ജീവിതം ഉരുത്തിരിഞ്ഞു വരികയാണ്. ആ ആരാധനാ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൽ ഒന്ന് മുന്നിൽ നിർത്തിയെന്നുള്ളൂ. സമാഗമന കൂടാരത്തിൻ്റെ പഠനമല്ല കേട്ടോ. നമ്മളുടെ ശരീരം സമർപ്പിതമായിരിക്കണം, നമ്മുടെ ജീവിതം സമർപ്പിതമായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അതെടുത്തതാണ്. അത് ക്രിസ്തുവിനെ നിഴലായതുകൊണ്ടുമാണ് അങ്ങനെ എടുത്തത്. നോക്കുമ്പോൾ ക്രിസ്തു നിർമ്മലനായിരിക്കുന്നു. അതുപോലെ തന്നെ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ അതിലുള്ളതെല്ലാം നിർമ്മലമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ? ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ കണ്ടു, സമാഗമന കൂടാരം കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതമോ? നാമും ആ നിർമ്മലതയിലായിരിക്കണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ അത് മനസ്സിലാകാത്ത ആളുകളാണ് യഥാർത്ഥ ശുശ്രൂഷയിൽ നിന്ന് വഴിമാറുകയാണ്. യഥാർത്ഥ ശുശ്രൂഷ എന്താ? ഗോസ്പൽ പ്രീച്ച് ചെയ്യണം. പാപികളുടെ കണ്ണിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ വരച്ചു വെച്ച് കൊടുക്കണം. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനാൽ പാപബോധം ഉളവായി വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരണം. വരുന്നവരെ ശിഷ്യന്മാരാക്കി തീർക്കണം. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അതാണ് പുതിയ നിയമത്തിൻ്റെ ആപ്തവാക്യം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ക്രിസ്തു നിർമ്മലനായിരിക്കുന്ന പോലെ ഇവരെയും നിർമ്മലരാക്കണം. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യക എന്ന നിലയിൽ വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. വിവാഹനിശ്ചയവും വിവാഹവും, ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഒരുക്കം എങ്ങനെയുള്ളത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധന്മാരായ നൂജന്മാർ പാത്രന്മാരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ട് ആളുകൾ പറയും ഇങ്ങനെയൊക്കെ മതിയെന്ന്. പോരാ എന്നാണ് തറപ്പിച്ച് പറയുന്നത്. പോരാ എന്നാ പറയുന്നത്. ഇതിനകത്തൊന്നും ഒരു അപ്പീലില്ല. കണ്ണിൻ്റെ മുമ്പിൽ ആ വചനം വെളിപ്പെടുത്തി തരുന്നത്. കണ്ണിൻ്റെ മുമ്പിൽ ഇതെല്ലാം നിർമ്മലമാണ്. അതുപോലെ ഈ ഉപകരണങ്ങൾ, മറ്റൊരു ആംഗിളിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ കൂടാരത്തിലുള്ള ഉപകരണങ്ങൾ ചുമക്കുന്ന കെഹാത്യർ നമുക്ക് നിഴലാണ്. നാം ആണ് ആ കെഹാത്യരുടെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ വരുന്നത്. അതിലെ ഉപകരണങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നു. അതെല്ലാം നാം ചുമക്കുകയാണ്. അതെല്ലാം ക്രിസ്തുവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അല്ലേ? ബലിപീഠം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അങ്ങനെ അകത്തുള്ള ഓരോരോ കാര്യങ്ങളും എല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്നു. അങ്ങനെ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതെല്ലാം അതിവിശുദ്ധം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിവിശുദ്ധം. ആ അതിവിശുദ്ധമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന നമ്മോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഞാൻ ഈ വാക്യത്തെക്കുറിച്ചൊക്കെ പലരോടും ചോദിച്ചു, ഇതെങ്ങനെ നമുക്ക് ഇത് എവിടെ അപ്ലൈ ചെയ്യാം, ഏത് രീതി കൈകാര്യം ചെയ്യാമെന്നൊക്കെ. പക്ഷെ പലരും കൃത്യമായൊരു ആൻസർ അല്ല തരുന്നത്. ഇവിടെ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ വിട്ടുപോരുവിനെന്ന് പറയുമ്പോൾ, അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് കെഹാത്യരെയാണ്, ലേവ്യരാണ്. അതിൽ തന്നെ വിശേഷാൽ കെഹാത്യരാണ്. അവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്,
വിശുദ്ധമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ പലതിൻ്റെ നടുക്ക് അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വിട്ടുപോരുവീൻ. അതാണ് ഞാൻ 1 മണിക്കൂർ മുമ്പ് ആ സഹോദരനോട് പറഞ്ഞ്, തങ്കൂൻ്റെ കൂട്ടത്തിലൊക്കെ ഇരിക്കുന്നവരെല്ലാം വിട്ടുപോരുവീൻ. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പോന്നാൽ മതി. പിന്നെ എവിടെ പോയി കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയേണ്ടതുണ്ട്. അതും ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. പിന്നെ ഇവരെ എവിടെ പറഞ്ഞു വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ, നിങ്ങളൊരു നിർമ്മല മനസാക്ഷിക്ക് ഉടമയാണെങ്കിൽ, ഒരു പരമാർത്ഥ ഹൃദയത്തിന് ഉടമയാണെങ്കിൽ, നിശ്ചയമായും ദൈവം നിങ്ങളെ കൈവിടുവോ? ഒരിക്കലും വിടില്ല. നിങ്ങൾക്ക് നല്ല ദൈവദാസന്മാരെ തരും, നല്ല ഫെലോഷിപ്പുകളെ തരും, കർത്താവ് വഴിയൊരുക്കും, അതിനുള്ള സാഹചര്യം തരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? വിട്ടുപോരുവിൻ. വചനം നമ്മുടെ മുമ്പാകെ വരികയല്ലേ. യഹോവയുടെ ഉപകരണങ്ങളെല്ലാം നിർമ്മലമാണെന്ന് പറയാനാണ് ഞാൻ ഈ വാക്യം കൊണ്ട് വന്നത്. ശ്രദ്ധിക്കണം, യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം നിർമ്മലമാണ്. അതിലെ ശുശ്രൂഷകളും കാര്യങ്ങളെല്ലാം നിർമ്മലമാണ്. അത് കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ തന്നെ നിങ്ങൾ നിർമ്മലീകരിക്കണം. അതിന് വേറെ ആരും വരില്ല. നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. നിങ്ങളെ തന്നെ ആ നിർമ്മലീകരണത്തിലേക്ക് കൊണ്ടുവരണം. അതിനൊരു സമർപ്പണം ആവശ്യമാണ്. അതിനാണ് ബലിപീഠമൊക്കെ കാണിച്ചു തന്നത്. ക്രൂശ് പ്രസംഗിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ക്രിസ്തു സമർപ്പിതനായിരുന്നു, നാം സമർപ്പിതരായിരിക്കണം. അങ്ങനെ സമർപ്പിതരായിരിക്കുന്നവരെ സംബന്ധിച്ച് കർത്തൃത്വം വിട്ടുകൊടുത്തവരാണ്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം വിട്ടുകൊടുത്തു കഴിഞ്ഞു. കൊരിന്ത് ലേഖനത്തിൽ പറയുന്നത് ഈ ശരീരത്തിന് ഇനി നമുക്ക് അവകാശമില്ലെന്നുള്ളതാണ്. ഈ ശരീരത്തിന്മേൽ നമുക്ക് അവകാശമില്ല. അതിൻ്റെ അവകാശി എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങിയവനാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം, അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതിൻ്റെ പുറകെ ഒന്നും പോകാൻ ഇടവരരുത്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകാൻ ഇടവരരുത്. തന്നെയല്ല, കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിക്കണം. മറ്റുള്ളവരോട് പറയാനുണ്ടല്ലോ, അല്ലേ? കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. മറ്റു മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അവരെയും പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് കാര്യങ്ങൾ തെളിവായി മനസ്സിലാക്കണം. ഒരു 3-4 വാക്യം നിങ്ങളുടെ മുമ്പ് ഞാൻ കൊണ്ടുവന്നു. തുടങ്ങിയത് കൊരിന്ത് ലേഖനത്തിൽ നിന്നാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ വന്നപ്പോൾ ആ വിവാഹ നിശ്ചയത്തിലെ മണവാളനെ കുറിച്ചാണ് പറയുന്നത്. മണവാളൻ നിർമ്മലനായിരിക്കുന്നു എന്ന്. ഇവിടെ മണവാട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. മണവാട്ടി നിർമ്മലയാകണമെന്നാണ് പറയുന്നത്. അവിടെ മണവാളിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നിർമ്മലാണെന്ന് തീർത്തങ്ങ് പറയുകയാണ്, അല്ലേ? മണവാളനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അവൻ നിർമ്മലനാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന്, അവൻ്റെ വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. അതായത് ക്രിസ്തുവുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് സംബന്ധത്തിലേക്ക് വന്നവരെ വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ വഹിക്കുകയാണ്. വിശ്വാസ സ്നാനത്തോടുകൂടി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം, അതുപോലെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന നാം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ്? ഇവനും ഗലീലക്കാരനല്ലയോ എന്ന് ആളുകൾ ചോദിച്ചില്ലേ? അതുപോലെ നമ്മെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ സ്നാനപ്പെട്ടിട്ട് ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വരുമ്പോൾ പബ്ലിക്ക് കാണുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. സാധാരണ ആളുകൾ പറയുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ പെന്തിക്കോസ്തുകാരല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്ന്. ആഹാ, അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാൻ കൊള്ളാവോ? അതിനൊന്നും ആർക്കും പരാതിയില്ല. CSI കാരനോ യുവാഞ്ചലിക്കലുകാരനോ മർത്തോമക്കാരനോ ഒക്കെ എന്നാ ചെയ്താലും ആർക്കും പരാതിയില്ല. ആ പറയപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഒരു അംശം ഒരു പെന്തിക്കോസ്തുകാരൻ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്ന്. അതെന്താന്ന് എല്ലാവരോടും പറയുന്ന പോലെ അല്ലേ ഞങ്ങളോടും പറയേണ്ടത്? പിന്നെ ഞങ്ങളോട് ഇത്ര സ്പെഷ്യലായിട്ട് പറയുന്നേ? ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നിങ്ങൾ മറ്റുള്ളവരെ പോലെ നടക്കേണ്ടവരല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ നടക്കുന്നു, ഞങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് ദ്രവ്യാഗ്രഹമുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പാടില്ലല്ലോ. മറ്റുള്ളവർ കുശുമ്പം കുന്നായ്മയും പറയും, നിങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെയുള്ളവരല്ലെന്ന് അവർ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. നമ്മുടെ ആളുകൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് ഒരു അഭിമാനം തോന്നേണ്ട നിമിഷമാണ് അത്. എത്രയോ ക്രൈസ്തവ ഗ്രൂപ്പുകളുണ്ട്, അവരോട് ആരെക്കുറിച്ചും അങ്ങനെ പറയുന്നില്ല. കള്ളു കുടിച്ചിട്ട് വരുന്നൊരു ഓർത്തഡോക്സുകാരനോട് ആരെങ്കിലും പറഞ്ഞ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, ഒരു ഓർത്തഡോക്സുകാരനായി നീ കുടിക്കാൻ കൊള്ളാവുന്ന ഇന്ന് വരെ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? യാക്കോബുകാരൻ്റെ കാര്യം, ഓർത്തഡോക്സുകാരൻ്റെ, കത്തോലിക്കിൻ്റെ കാര്യം. അവരുള്ളത് കൊണ്ടാണ് പാവം പിണറായി വിജയൻ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ അയാൾ അടച്ചു പൂട്ടിയിട്ട് അയാൾ അടുത്ത വണ്ടി കയറിപ്പോയാൽ ക്യൂബയ്ക്കല്ലോ. അയാൾ ഈ ആളുകൾക്ക് ഉപ്പും മുളകും മേടിക്കാനുള്ള ചില്ലറ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ആൾക്കാർ കള്ളു കുടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വരുമാനം കൈകാര്യം ചെയ്തിട്ടല്ലേ? ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. ഒരൊറ്റ സെക്കൻഡ് തരാം.
നിങ്ങൾ ആരെങ്കിലും അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന്. ഇവിടെ ആ കൂട്ടങ്ങളിൽ നിന്ന് വന്നവരിപ്പുണ്ടല്ലോ. ഒരു സെക്കൻഡ് ഞാൻ തന്നേക്കാം, ഒന്നോ രണ്ടോ സെക്കൻഡ് തന്നേക്കാം. ഇതാണ് വിഷയം. ഏതെങ്കിലും ഒരു ഓർത്തഡോക്സുകാരനോടോ കത്തോലിക്കനോടോ യാക്കോബക്കാരനോടോ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നീ ഒരു ഓർത്തഡോക്സുകാരനായിരുന്നിട്ട് നീ ഇങ്ങനെ കുടിക്കുന്ന, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോനെ എന്നാരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങളങ്ങനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ അത്ഭുതം. ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ, നിങ്ങളങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ, നിങ്ങളങ്ങനെ പെരുമാറാൻ കൊള്ളാവോ എന്നൊക്കെ ആളുകൾ പറയും. ബാക്കി ആരെക്കുറിച്ചും ആരും പറയുന്നില്ല. അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? സമൂഹം നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, നമ്മളോട്ട് കൊടുക്കുന്നുമില്ല. അതാണ് വിഷയം. ചുറ്റുമുള്ള സൊസൈറ്റി നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? എന്തോ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ കാര്യമായ ചരക്കില്ല കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കാനും കഴിയുന്നില്ല പലർക്കും. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നാമും നിർമ്മലനായിരിക്കണമെന്നല്ലേ വായിക്കുന്നേ. അതിനിപ്പോൾ യാക്കോബക്കാരനെ കാണിക്കാനോ കത്തോലിക്കനെ കാണിക്കാനോ അല്ല നമ്മൾ നിർമ്മലീകരിക്കുന്നത്. നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്ന എന്തിനു വേണ്ടിയാ? കാഹളം ധനിക്കാൻ സമയമായതുകൊണ്ടാണ്. അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഈ ഭൂമിയിൽ നമ്മൾ ആ ഒരു നിർമ്മലീകരണത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ആ നിർമ്മലതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, വേറൊരു ഭാഗം കൂടെ പറയാം, റിസൾട്ടുകൾ ഉണ്ടാകണമല്ലോ, ഫലം പുറപ്പെടുവിക്കണമല്ലോ. വിളക്ക് കത്തുക എന്ന് വിചാരിച്ചോ. നമ്മൾ പറഞ്ഞ ആ വിളക്കുണ്ടല്ലോ, കവരവിളക്ക്, അതിൽ കത്തി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തിരി നിശ്ചയമായും മുറിക്കും, കരിന്തിരി മുറിക്കും. കരിന്തിരി മുറിച്ചിട്ട് എങ്ങോട്ടാണ് മാറ്റുന്നത്? പൊൻപാത്രത്തിലേക്കാണ് മാറ്റുന്നത് അല്ലേ? വിളക്ക് കത്തിയത് പരമാർത്ഥമാണെങ്കിൽ അതിൻ്റെ കരിന്തിരി മുറിച്ചു മാറ്റുന്നത് പൊൻപാത്രത്തിലേക്കാണ്. അപ്പോൾ ആ പൊൻപാത്രത്തിലേക്ക് മുറിച്ചു മാറ്റിയതൊക്കെ പേർ വിളിക്കുന്ന നേരം അതെല്ലാം വെളിപ്പെട്ട് വരില്ലേ? പൊൻപാത്രത്തിലേക്ക് മാറ്റിയത് അത്യുന്നതനായവൻ്റെ സന്നിധിയിൽ അവൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ അത് കൊണ്ടുവരും. വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നതും ആ നിർമ്മലീകരണത്തിലേക്കൊക്കെ വരുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? പ്രയോജനം നമുക്ക് അന്നാളിൽ ലഭിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി, അല്ലെങ്കിൽ ദാസിയേ എന്നുള്ള വിളി അന്ന് കേൾക്കാനിടയാകും. ഇന്ന് മറ്റുള്ളവരെ കൊണ്ട് നമ്മോട് സംസാരിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ് തന്നെ സംസാരിപ്പിക്കുന്നത്. എടാ, നീ ഒരു പെന്തിക്കോസ്തുകാരനായിരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്ന് അവനെ കൊണ്ട്, ജാതികളെ കൊണ്ട്, മറ്റുള്ളവരെ കൊണ്ട്, അക്രൈസ്തവരെ കൊണ്ട്, മറ്റ് ഇതര ക്രൈസ്തവരെ കൊണ്ട് നമ്മോട് സംസാരിപ്പിക്കുകയല്ലേ, നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ. അപ്പോൾ ഒരു ഉത്ഭയം വരണ്ടേ? ഒരു ചിന്ത വേണ്ടേ? ഞാൻ ശേഷം മനുഷ്യരെ പോലെ ഒരാളല്ല, വ്യത്യസ്തനാണ്. വ്യത്യസ്തൻ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെ പോലെ മനുഷ്യൻ തന്നെയാണ്. ഒരു വിശുദ്ധ ജീവിതത്തിന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്, ഒരു സമർപ്പണ ജീവിതത്തിന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അതിലൂടെ എനിക്കൊരു ആരാധനാ ജീവിതമുണ്ട്. അതിലൂടെ എനിക്ക് സർവശക്തനായ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ആ സാന്നിധ്യവും ആ സാമീപ്യവും ആ സ്പർശനവും ഒക്കെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന നിലയിലേക്ക് വരണം, ആ ബോധ്യത്തിലേക്ക് വരണം. അപ്പം അതിന് വേണ്ടിയിട്ടല്ലേ? ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്, സമയം ഒത്തിരി മുന്നോട്ട് പോയി. നമ്മൾ ഈ ദിവസങ്ങളിൽ ഊന്നിയതും ഇന്ന് ഞാൻ ഒന്നുകൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതും, നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ച്, പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ കാണുന്ന കാഴ്ച, സീനായി പർവ്വതത്തിലേക്ക് തേജോമയനായ ദൈവം ഇറങ്ങി വരികയാണ്. തേജോമയനായ ദൈവം, സൃഷ്ടാവായ ദൈവം ആ സീനായി പർവ്വതം നിന്ന് വറച്ചെന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ? എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ, അന്തരീക്ഷം? അത് ഇസ്രായേൽ കണ്ണുകൊണ്ട് കണ്ടു ഭയന്നുപോയി. ആ സെയിം ദൈവം, അതേ ദൈവം തന്നെ, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വന്നു വാസം ചെയ്യുകയാണ് ഈ മന്ദിരത്തിൽ. ഞാൻ നിങ്ങളുമാകുന്ന ഈ കൂടാരത്തിലേക്ക് വലിയവനായ ദൈവം വന്ന് വാസം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഈ മന്ദിരവുമായിട്ട് തട്ടാൻ്റെ അടുക്ക പോകാനോ, മുടി നട്ടുപിടിപ്പിക്കുന്നവൻ്റെ അടുത്ത് പോകാനോ, ടാറ്റു വരയ്ക്കുന്നവൻ്റെ അടുത്തേക്ക് പോകാനോ, പിന്നെ വേറെ എന്നെ ഇടപാടാണ് ഉള്ളത്? ഇതിനൊന്നും അനുവാദമില്ല സഹോദരങ്ങളെ, ഇതിനൊന്നും അനുവാദമില്ല. ഇതാണ് മാനദണ്ഡം. പർവ്വതത്തിലെ മാതൃക പ്രകാരം ആയിരിക്കണം നിൻ്റെ ശരീരം. കാണുന്ന കോപ്രായൊന്നും അതിനകത്ത് കാട്ടിക്കൂട്ടാൻ പാടില്ലെന്ന്. പണ്ട് അങ്ങനെ പറയുന്ന ധാരാളം ദേവദാസന്മാരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി. ഇന്ന് അങ്ങനെ പറയുന്നവർ തുച്ഛമായിട്ട് മാറി. പിന്നെ ചിലരൊക്കെ ചുമ്മാ ഒരു ലീഗലിസത്തിൻ്റെ പേരിൽ, ലീഗലിസം അതിൻ്റെ പേരിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കലല്ല, ഇത് വിഷയം അവതരിപ്പിക്കുകയല്ലായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. ഓർക്കാപ്പുറത്താണ് ഇത് വന്നത്, പ്ലാൻ ചെയ്തതല്ല. ഇങ്ങനൊരു വിഷയത്തിലേക്ക് നമ്മെ വലിച്ചഴച്ചു കൊണ്ടുപോയത് ഒരു ന്യൂജൻ പ്രസിദ്ധനായ ഉപദേശിയാണ്.
ഒരു ചിന്തയില്ലാതിരുന്ന സമയത്താണ് നമ്മളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ഇതൊക്കെ പറയാനിടയായി. സൗരഭ്യം പരത്തണമെന്നും പ്രകാശം പരത്തണമെന്നും നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ടേസ്റ്റ് ആകണമെന്നും ഒക്കെ പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഇതിനിടയിൽ അടിപ്പുപണികൾ പറഞ്ഞില്ലേ? ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? കരിന്തിരി മുറിക്കൂന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ പറഞ്ഞത്? ഇന്ന് പറഞ്ഞില്ലേ എല്ലാം നിർമ്മലമാണ്, നിർമ്മലമായ തങ്കത്തിൽ നിർമ്മലമായ കുന്തിരിക്കം, നിർമ്മലമായ സാമ്പ്രാണി, എല്ലാം നിർമ്മലമാണ്. അതുമാത്രമോ അവൻ നിർമ്മലനായിരിക്കുന്നു, തൻ്റെ കാന്തയും നിർമ്മലയായിരിക്കണം. ആ നിർമ്മലത്വം അല്ലേ, അവളും നിർമ്മല കന്യക എന്ന നിലയിലേക്ക് ഒരുക്കപ്പെട്ടു വരണം. ഇതെല്ലാം പരിശുദ്ധാത്മാവിലുള്ള ആഹ്വാനങ്ങളാണ്, ബലപ്രയോഗങ്ങളൊന്നുമില്ല ഇതിനകത്ത്. നല്ല മനസ്സോടുകൂടി ഏറ്റെടുക്കാൻ പ്ലാനുള്ളവർ ഏറ്റെടുക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് 1-2 കല്യാണം നടത്തിയ സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, നമ്മുടെ പെൺകുട്ടിയെ ദൈവസഭയുടെ നിഴലെന്നുള്ള നിലയിലാണ് വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ ദൈവസഭയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അവൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ അവനെ കാണുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്, അല്ലെ അവളെ കാണുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്. അവളെ വിശുദ്ധമതികളായ സഹോദരിമാരാണ് ഒരുക്കിക്കൊണ്ട് വരേണ്ടതെന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടിയെ വിശുദ്ധമതികളായ സഹോദരിമാരെ ഒരുക്കിക്കൊണ്ട് വരണം. അല്ലാതെ കണ്ട ബ്യൂട്ടി പാർലറുകാർക്ക് തള്ളിയിട്ട് കൊടുക്കരുത് അതിനെ. ഇവള് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇത് പറയാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട്, ദൈവദാസന്മാർക്കുണ്ട്. ഇവള് ആരാന്ന് ഓർക്കണം നിങ്ങൾ. ചുമ്മാ ഒരു പെണ്ണല്ലാത്, അയ്യോ ചുമ്മാ ഒരു പെണ്ണല്ലാത്, അത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വസിക്കുന്ന മന്ദിരം. പർവ്വതത്തിലെ മാതൃകപ്രകാരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണത്. അതിനകത്ത് കണ്ട തെക്ക് വടക്ക് കിടക്കുന്ന കണ്ട ടാറ്റു അടിക്കുന്ന ബ്യൂട്ടി പാർലറുകാരിയൊന്നും അതിനകത്ത് തൊടാനായിട്ട് അനുവാദമില്ല. അയ്യോ, യഹോവയുടെ വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്നവളാണ് അവൾ. അവളെ ഒന്നും ഒരു ബ്യൂട്ടി പാർലറുകാരി തൊടാൻ പോലും അനുവാദമില്ല അവിടെ, ആ രീതിയിൽ. അപ്പോൾ നഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു പറയരുത് കേട്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും ആളുകൾ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെങ്കിൽ വേറെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്ററിൻ്റെ ആൾക്കാർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുരുട്ട് ചോദ്യങ്ങളുമായിട്ട് ദൈവത്തെ ഓർത്ത് വരരുത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിക്കുക. പറഞ്ഞതിനകത്തൊരു സീരിയസ്നെസ് ഉണ്ട്. വലിയ വിളിയാണ് വിളിച്ചിരിക്കുന്നത്, ആ വിളിക്കനുസരിച്ച് മുൻപോട്ട് പോകുക. അത് ഓർമ്മയിലിരിക്കട്ടെ. ശേഷം മനുഷ്യരെ പോലെ നമുക്ക് നടക്കാൻ അനുവാദമില്ലെന്നുള്ളതാണ് സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്